ത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. നമ്മൾ തിമോത്തിയോസിന് പൗലോസ് എഴുതിയ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് തിമോത്തി അതിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ചിന്തിച്ചതാ. ദെൻ 1:3 തുടങ്ങി വായിക്കുമ്പോൾ, ഞാൻ മാസിഡോണിയയിലേക്ക് പോകുമ്പോൾ പറഞ്ഞിരുന്നത് പോലെ നീ എഫേസോസ് നഗരത്തിൽ താമസിക്കുക. അവിടെ ചിലർ അബദ്ധ തത്വങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവരെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം. പഴങ്കഥകളും അന്തമില്ലാത്ത വംശാവലിയും പറഞ്ഞു നടക്കുന്നവരെയും നീ നിരോധിക്കണം. കാരണം മേൽ പറഞ്ഞവയൊക്കെ അനാവശ്യമായ വാദപ്രതിവാദങ്ങൾക്ക് വഴിതെളിക്കുകയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാ. വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ദി ആൻസർ. 5ാം സെന്റൻസ്, നിർമ്മല ഹൃദയം, നല്ല മനസാക്ഷി, ആത്മാർത്ഥമായ വിശ്വാസം, ഇതിൽ നിന്നുളവാകുന്ന സ്നേഹമാണ് ഞങ്ങൾ നൽകുന്ന എല്ലാ കൽപ്പനകളുടെയും ലക്ഷ്യം. അപ്പൊ ഈ ഗോള് അല്ല ഈ ലക്ഷ്യം അറ്റൈൻ ചെയ്യണമെങ്കിൽ ഇത് കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ വഴിക്കൂടെ ട്രാവൽ ചെയ്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ ഈ തിമോത്തിയോസിനോട് പോൾ പറയുന്ന കാര്യം നമ്മളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം എടുക്കാതെ തന്നെ അറിയാം. അപ്പസ്തോല പ്രവൃത്തി 20ാം അധ്യായത്തില് അപ്പസ്തോലനായ പൗലോസ് എഫേസോസിലെ എൽഡേഴ്സിനെ ഓൺ ദി വേ ടു മാസിഡോണിയ വിളിച്ചു വരുത്തി കടൽ തീരത്ത് വെച്ച് അവരെ അഡ്രസ് ചെയ്ത് അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവരോട് പറയുന്നുണ്ട്, എന്റെ വേർപാടിന് ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിലേക്ക് വരും, ആട്ടിൻപറ്റത്തെ വഴിതെറ്റിക്കും, തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകും. അപ്പൊ ഇതിനൊരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പസ്തോലനായ പൗലോസിന് വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. പൗലോസിന്റെ വേർപാടിന് ശേഷം എഫേസോസ് സഭയില് അല്ലെങ്കിൽ ദുരുപദേശങ്ങൾ കടന്നു വരും. അപ്പൊ അതിന് വാട്ട് ബെസ്റ്റ് ഹീ കുഡ് ഡു, അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് പൗലോസ് ചെയ്ത കാര്യമാണ് തിമോത്തിയോസിനെ അവിടെ നിർത്തി. അത് നമ്മൾ കാണുന്നത്, ഞാൻ മാസിഡോണിയയിലേക്ക് പോകുമ്പോൾ പറഞ്ഞിരുന്നത് പോലെ നീ എഫേസോസ് നഗരത്തിൽ താമസിക്കുക. അപ്പോസ്തല പ്രവൃത്തി 20ാം അധ്യായം എടുക്കുമ്പോൾ അറിയാവുന്ന സ്ഥലമാണ്. അതിന്റെ 20ാം അധ്യായത്തിന്റെ ആദ്യം സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ട്, പൗലോസ് മാസിഡോണിയയിലേക്ക് ഓൺ ദി വേ എഫേഷ്യൻ എൽഡേഴ്സിനെ അഡ്രസ് ചെയ്തു. അവിടെയാണ് പറയുന്നത്, അതിന്റെ 28 തുടങ്ങി വായിക്കുമ്പോൾ, നിങ്ങളെ തന്നെയും ആട്ടിൻപറ്റം മുഴുവനെയും ശ്രദ്ധിച്ചു കൊള്ളുക. കർത്താവ് സ്വന്തം രക്തം കൊണ്ട് നേടിയ ദൈവത്തിന്റെ സഭയെ കാത്തു സൂക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ മേലന്വേഷകരായി നിയമിച്ചിരിക്കുന്നു. അത് അവിടെയുള്ള എൽഡേഴ്സിനെ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നതാ. എന്നിട്ട് പറയുന്നത് 29, എന്റെ വേർപാടിന് ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിലേക്ക് വരുമെന്നും അവ ആട്ടിൻപറ്റത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. ശിഷ്യന്മാരെ പ്രേരിപ്പിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ ദുരുപദേശങ്ങൾ നൽകുന്ന മനുഷ്യർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പൊന്തി വരും. ആകയാൽ ജാഗരൂകരായിരിക്കുക. അപ്പൊ ഇവിടെ പൗലോസിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. പൗലോസിന്റെ വേർപാടിന് ശേഷം ഇവിടെ എന്തുവരും? ദുരുപദേശം കൊണ്ടുവരും. അപ്പൊ അതിനൊരു റെമഡി ആയിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് തിമോത്തിയിൽ കാണുന്നത്. തിമോത്തിയോസിനെ പൗലോസ് അവിടെ നിർത്തി, എഫേസോസിൽ നിർത്തി. അതാ നമ്മൾ കാണുന്നത് 1:3, ഞാൻ മാസിഡോണിയയിലേക്ക് പോകുമ്പോൾ പറഞ്ഞിരുന്നത് പോലെ നീ എഫേസോസ് നഗരത്തിൽ താമസിക്കുക. എന്നിട്ട് റീസൺ അതാണ്. അവിടെ നമ്മൾ കണ്ടു, ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാർ വരും. ദുരുപദേശങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യും? ഓരോരുത്തരും ശിഷ്യന്മാരെ എങ്ങോട്ട് കൊണ്ടുപോകും? തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകും. അത് നമുക്ക് ഇന്നും കാണാവുന്ന കാര്യം. ക്രിസ്തീയ കോളത്തില് ക്രിസ്തീയ ശുശ്രൂഷ കർത്താവിന്റെ ആണ്, പക്ഷെ മിനിസ്ട്രികളൊക്കെ അറിയപ്പെടുന്ന ഓരോരുത്തരുടെ പേരില്ല. തങ്ങളുടെ പിന്നാലെ, അല്ലെങ്കിൽ പലരും സുവിശേഷം പറഞ്ഞാല് അവരുടെ കൂട്ടത്തിലേക്ക് ആൾക്കാരെ വിളിക്കത്തുള്ളൂ. അല്ല, കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം തങ്ങളുടെ പിന്നാലെ, തങ്ങളുടെ മിനിസ്ട്രി, തങ്ങളുടെ ശുശ്രൂഷ, ഓരോ വ്യക്തികളെ എക്സാൾട്ട് ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ. അപ്പൊ പൗലോസ് അവിടെ അതിനെതിരെ ജാഗ്രതയോടെ പറയുന്നുണ്ട്, തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകുന്ന ആൾക്കാർ ഉണ്ടാകും. അതിനെ അവർ സ്റ്റോപ്പ് ചെയ്തിരുന്നു. അവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഞങ്ങൾ ഒന്നുമല്ല. പൗലോസ് ആര്, അപ്പോളോസ് ആര്, കേവലം ക്രിസ്തുവിലേക്ക് നടത്തിയവർ മാത്രം. അപ്പോൾ ഈ അപ്പസ്തോലന്മാരുടെ കാലത്ത് ഒരു വ്യക്തികൾക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു, കർത്താവിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകുന്ന ആൾക്കാർ വരുമെന്ന് അന്ന് 2000 വർഷം മുമ്പ് പൗലോസ് ദൈവാത്മാവിനാൽ പ്രചോദിതനായിട്ട് പ്രഡിക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ പ്രവചിച്ചു. ഇന്നത്
ഇന്ന് അതൊരു ഈവിളായിട്ട് പോലും ആരും കാണുന്നില്ല. ഓരോരുത്തരുടെ പേരിൽ അറിയപ്പെടുന്നു മിനിസ്ട്രി, ഇന്ന ആളുടെ ചർച്ച, ഇന്ന പേരില് എന്ന് അപ്പസ്തോലന്മാര് അവരുടെ കാലത്ത് അങ്ങനെ ഒരു സംഭവം അവര് എന്താ പറയുക, അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അവര് ചോദിക്കുന്ന ആരാണ് അപ്പോളോസ്, ആരാണ് പൗലോസ്? കേവലം നിങ്ങളെ ക്രിസ്തുവിലോട്ട് നയിച്ച ദാസർ മാത്രം. അപ്പൊ അങ്ങനെയുള്ള ഒരു ടെൻഡൻസി വന്നപ്പോൾ നമുക്കറിയാം അപ്പസ്തോല പ്രവൃത്തി 14 അധ്യായത്തില് അവരെ എക്സാൾട്ട് ചെയ്യുന്ന രീതിയിൽ ആൾക്കാര് ബലി അർപ്പിക്കാനായിട്ട് പൗലോസിന്റെയും ബർണബാസിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവർ വസ്ത്രങ്ങൾ കീറി കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിക്കുക, നിങ്ങൾ ചെയ്യരുത്, ദൈവത്തിലേക്ക് തിരിയാൻ. അപ്പൊ ഇതിന് ഒരു പ്രിവെന്റീവ് ആയിട്ടാണ് തിമോത്തിയോസിനെ എഫെസോസിൽ നിർത്തിയത്. അപ്പൊ ഈ 1:3 അതാ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. 1:3 നമ്മൾ കണ്ടു നിർത്തിയതിന്റെ റീസൺ, ചിലർ അബദ്ധ തത്വങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ആ ഉദ്യമത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണം. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇത്തിരിയോടെ നല്ലൊരു ഹൃദയസ്പർശിയാണ്. As I urged you when I went into Macedonia, remain in Ephesus, that you may charge some that they teach no other doctrine. Doctrine എന്ന് പറയുമ്പോൾ ഉപദേശം എന്ന് പറയുന്നതിനേക്കാൾ ഇത്തിരി ഒരു വെയിറ്റ് ഉണ്ട്. അപ്പോ ഈ വേറെ ഒരു ഡോക്ടറിനും അവിടെ പഠിപ്പിക്കാതിരിക്കാൻ വേണ്ടി നീ ജാഗ്രതയായിട്ടിരിക്കുക എന്ന് തിമോത്തിയോസിനോട് പറയുന്നത്. നമ്മൾ പൊതുവെ നമ്മൾ രക്ഷിക്കപ്പെട്ടു കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാണെങ്കിലും ഫാൾസ് ഡോക്ടറിനെ കുറിച്ച് നമ്മൾ ഓൾമോസ്റ്റ് എവരിബഡി ടോട്ടലി ലീസ് ബോധർ. അതിന്റെ കൺസീക്വൻസ് എന്താണെന്നോ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നോ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അപ്പസ്തോലന്മാർ കൊടുത്ത ഗൗരവം കൊടുക്കാത്തത്. ഇവിടെ അപ്പസ്തോലൻ പറയുകയാണ് ചിലര് ഫാൾസ് ഡോക്ട്രിൻ പഠിപ്പിക്കുന്നുണ്ട്, അവരെ അതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ. അപ്പൊ ഈ ഫാൾസ് ഡോക്ടറിന്റെ കൺസീക്വൻസ് എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡോക്ടറിനും തെറ്റായിട്ടുള്ള ഡോക്ടറിനും പഠിക്കാൻ ഒരു വലിയ കമ്മിറ്റ്മെന്റ് വരത്തുള്ളൂ. ഈ ഗലേഷ്യൻസ് 1:6 തുടങ്ങി വായിക്കുമ്പോൾ അപ്പൊ നോക്കിയോ, ഗലേഷ്യൻസ് 1:6 തുടങ്ങി ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ച ദൈവത്തെ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിച്ച് നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിന്റെ പുറകെ പോകുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. മറ്റൊരു സുവിശേഷം ഉണ്ടെന്നല്ല ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷത്തെ വികലമാക്കാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ടെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. ഞങ്ങൾ ആരെങ്കിലുമോ സ്വർഗത്തിൽ നിന്ന് ആഗതനായ ഒരു മാലാഖ തന്നെയോ നിങ്ങളോട് ഞങ്ങൾ പ്രസംഗിച്ചിട്ടുള്ള സുവിശേഷത്തിന് വിരുദ്ധമായി പ്രസംഗിക്കുകയാണെങ്കിൽ അയാൾ അഭിഷക്തനാകട്ടെ. ഞങ്ങൾ മുമ്പ് പറഞ്ഞത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി മറ്റൊരു സുവിശേഷം ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിക്കുകയാണെങ്കിൽ അയാൾ അഭിഷക്തനാകട്ടെ. മതി. നമ്മൾ ഈ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ലീസ്റ്റ് ബോധേഡ ദുഃഖകരനെ പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഈ അപ്പസ്റ്റോളിക് ഡോക്ട്രിൻ അല്ലാതെ അപ്പസ്തോലന്മാർ പഠിപ്പിച്ചതിൽ നിന്ന് നമ്മൾ വിചാരിക്കും അത് ചെറിയൊരു വ്യത്യാസമല്ലേ ഉള്ളൂ, നോ പ്രോബ്ലം. അപ്പൊ അത് സാരമില്ല. ഇവിടെ അപ്പസ്തോലൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സുവിശേഷം ഞങ്ങൾ തന്നെയോ, ഇനി ഞങ്ങൾക്ക് തന്നെ മനസ്സ് മാറി. ഇപ്പൊ ദേമാസ് കൂടെ ഉണ്ടായിരുന്ന ആള് ദേമാസ് പിന്നീട് മനസ്സ് മാറി. അതുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് വന്ന അല്ലെങ്കിൽ വേറൊരു മാലാഖ തന്നെയോ വന്ന് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സുവിശേഷം പ്രസംഗിക്കുന്നവൻ അല്ല, ആ സുവിശേഷം പ്രസംഗിക്കുന്നവൻ അഭിശപ്തനാണെങ്കിൽ ആ സുവിശേഷം സ്വീകരിക്കുന്നവർ നാച്ചുറലി അഭിശപ്തനാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നോക്കും, നമുക്ക് ഡോക്ട്രിനൽ പ്യൂരിറ്റിയേ ഇല്ല. ഡോക്ട്രിനൽ പ്യൂരിറ്റി അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഡോക്ട്രിൻ എന്തെന്ന് അറിയുകയേ ഇല്ല. ദുഃഖകരനെ പറയാൻ പറ്റത്തുള്ളൂ. അതിന്റെ നമ്മൾ വിചാരിച്ചേക്കുന്ന എന്തെങ്കിലുമൊക്കെ വിചാരിച്ചു, കുറച്ചൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു, കുറച്ച് കറക്റ്റായി, അവരുടെ കുറെ ടീച്ചിങ് അങ്ങനെയാണ്, ഇവരുടെ കുറെ ടീച്ചിങ് ഇങ്ങനെയാണ്, സാരമില്ല എന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ ഇത് ആക്ഷരികമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നമ്മൾ അക്സെപ്റ്റ് ചെയ്താലും ചെയ്തില്ലേലും ദൈവം ഇതനുസരിച്ച് ചെയ്യത്തുള്ളൂ. അതായത് അപ്പസ്തോലന്മാർ പ്രസംഗിച്ച കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച സുവിശേഷത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ നമുക്ക് നിത്യത നഷ്ടപ്പെടും എന്നുള്ള ഗൗരവം എത്ര പറഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കാറുള്ള പോലെ തന്നെ എത്ര വ്യാഖ്യാനിച്ചാലും എത്ര പറഞ്ഞാലും മനുഷ്യന്റെ ഉള്ളിലോട്ട് ഗൗരവത്തോടു കൂടി പ്രവേശിക്കില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടു. നെവർ. അതായത് ഇഫ് യു ആർ റോങ് ഇൻ ഡോക്ട്രിൻ, ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഞാൻ ഉപദേശിച്ചുള്ള ഉപദേശം, കറക്റ്റ് ആയിട്ടുള്ള ക്രിസ്തീയ ഉപദേശം അല്ലെ അപ്പസ്തോലന്മാരുടെ ഉപദേശം, ഇതിൽ നിന്ന് ഈ അപ്പസ്തോലന്മാർ എങ്ങനെ ഇതിനെ കണ്ടിരുന്നെന്ന് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നിന്ന് ഞാൻ ഒന്നോടെ ഇത് പറയാ. ഈ ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷം മീൻസ് പത്രോസ്, പൗലോസ് അല്ലെങ്കിൽ
ഈ അപ്പസ്തോലന്മാര്. അതിനുശേഷമുള്ള നമുക്ക് റെക്കോർഡില്ല സുവിശേഷ പ്രസംഗത്തെക്കുറിച്ച് നമുക്ക് റെക്കോർഡുള്ളത് പത്രോസിന്റെ പ്രസംഗമുണ്ട്, പൗലോസിന്റെ പ്രസംഗമുണ്ട്. 2 പ്രസംഗങ്ങളെ നമുക്ക് വ്യക്തമായിട്ട് ദി ഗോസ്പൽ പ്രീച്ചിങ് ക്ലിയർലി റെക്കോർഡഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. മറ്റുള്ളവരുടെ ലേഖനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഗോസ്പൽ കറക്റ്റായിട്ട് പ്രസംഗിച്ചേക്കുന്നതായിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത് പൗലോസിന്റെയും പത്രോസിന്റെയും ഉള്ളൂ. അപ്പൊ ഇവര് പ്രസംഗിച്ച സുവിശേഷത്തിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന അതിന്റെ 90% ഓക്കെ, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സുവിശേഷമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ ലെറ്റ് ഹിം ബി അക്കേഴ്സ്ഡ്. നമ്മുടെ നിത്യത നഷ്ടപ്പെടും. കാരണം നമ്മൾ 2000 വർഷമായപ്പോഴത്തേക്കും ഈ ഡോക്ട്രിനൽ പ്യൂരിറ്റിയും അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്കുണ്ടായിരിക്കേണ്ട ആക്യുറസിയൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞു. നമ്മൾ കാണുന്ന കാര്യം ഗലാത്യ ലേഖനത്തിൽ തന്നെ പൗലോസ് പത്രോസ് ചെയ്ത തെറ്റെന്ന് പറയുന്നത്, അതായത് പരിച്ഛേദനവാദികളെ ഭയന്ന് ജാതികളുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പത്രോസ് ആ കൂട്ടത്തിൽ നിന്നൊന്ന് മാറി നിന്നുള്ളൂ. ഇത് നമ്മുടെ കാഴ്ചപ്പാടിലാണെങ്കിൽ ഇത് ടോട്ടലി ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ജെൻഡൈൽ ബിലീവേഴ്സിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പത്രോസ്, അല്ലെങ്കിൽ ജൂയിഷ് അല്ലെങ്കിൽ യാക്കോബിന്റെ അടുത്തുനിന്നുള്ള ആൾക്കാർ അന്ത്യോക്യയിൽ വന്നപ്പോൾ പതുക്കെ മാറി നിന്നൊരു സംഭവമുള്ളൂ. നമ്മളെ സംബന്ധിച്ചാണ് സാരില്ല പൗലോസ്, അത് പത്രോസിന്റെ ഇഷ്ടം, പത്രോസിന്റെ ഇഷ്ടം കേട്ടെന്നോ. പൗലോസ് പറയുന്നത് നീ സുവിശേഷ സത്യത്തിന് അനുസൃതമായിട്ടല്ല നിന്റെ പോക്ക്. ഇമ്മീഡിയറ്റ്ലി അത് കറക്റ്റ് ചെയ്യാനായിട്ട് അത് ഫയർ ചെയ്തു. പത്രോസ് അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തില്ല. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, യു കനോട്ട് ഷിഫ്റ്റ് ഫ്രം ദി ട്രൂത്ത് ഈവൻ ഇൻ മൈന്യൂട്ട് തിങ്സ്. അങ്ങനെ ഇത് മൈന്യൂട്ട് തിങ്സ് മാറി കുറച്ച് വിശ്വസിച്ച്, കുറച്ച് ശരിയല്ലാതെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോകാം എന്നുള്ള മിഥ്യാധാരണ കൊണ്ടാണ് നമുക്ക് ഡോക്ട്രിൻ അല്ലെങ്കിൽ സ്റ്റഡി, ദൈവവചനത്തിന്റെ സത്യങ്ങൾ കറക്റ്റായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഡോക്ട്രിൻ പഠിക്കുന്ന കാര്യത്തിൽ താല്പര്യമില്ലാത്തത്. നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാ, അത് സാരമില്ല, ഇത്രയല്ലേ തെറ്റുള്ളൂ. ഈ തിമോത്തി എടുക്കുമ്പോൾ ഫസ്റ്റ് തിമോത്തിയില് 1-2 എക്സാമ്പിൾ തിമോത്തിന്ന് തന്നെ നോക്കുമ്പോൾ, ഇവിടെ എക്സാമ്പിൾ പറഞ്ഞേക്കുന്ന അതിന്റെ 5ാം സെന്റൻസ് തുടങ്ങി വായിക്കുമ്പോൾ, അല്ല 4ാം സെന്റൻസിൽ, അപ്പൊ ഈ ഡോക്ട്രിനൽ എറേഴ്സ് അവിടെ വന്നേക്കുന്നത് അതിന്റെ ചില എക്സാമ്പിൾ ഇവിടെ പോൾ പറഞ്ഞേക്കുവാണ്. പഴങ്കഥകളും അന്തമില്ലാത്ത വംശാവലിയും പറഞ്ഞു നടക്കുന്നവരെയും നീ നിരോധിക്കണം. അപ്പൊ പഴങ്കഥകൾ എന്ന് പറഞ്ഞേക്കുന്നത് അതായത് വചനത്തിന്റെ സപ്പോർട്ട് ഇല്ലാത്ത ട്രഡീഷൻസ് അല്ലെങ്കിൽ ഹിയർസേ ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, അങ്ങനെയുണ്ട്, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, പക്ഷെ എന്തില്ല, വചനത്തിന്റെ ഇങ്ങനെ ഇംഗ്ലീഷിൽ സ്പെക്കുലേറ്റീവ് ഡോക്ട്രിൻസ് എന്നാണ്. സ്പെക്കുലേറ്റീവ് അതായത് വചനത്തിന്റെ സപ്പോർട്ടൊന്നുമില്ല, അവിടെ കുറെ ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നത്, ഇവിടെ അങ്ങനെ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒരാൾക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, വേറൊരു സ്ഥലത്ത് മറിയം പ്രത്യക്ഷപ്പെട്ടു, വേറൊരു സ്ഥലത്ത് മാലാഹമാര് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ സ്പെക്കുലേറ്റീവ് ആണ്, നോ റിട്ടൺ സ്ക്രിപ്ചർ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന സ്പെക്കുലേറ്റീവ് ഡോക്ട്രിൻ പഠിപ്പിക്കുന്നവരെ സ്റ്റോപ്പ് ചെയ്യണം. 2ാമത് പറഞ്ഞേക്കുന്നത് പഴങ്കഥകള്, അന്തമില്ലാത്ത വംശാവലി പറഞ്ഞു നടക്കുന്നവരെ നീ നിരോധിക്കണം. ദെൻ 6ാമത്തെ സെന്റൻസില് അതായത് നിർമ്മല ഹൃദയം, നല്ല മനസാക്ഷി, ആത്മാർത്ഥമായ വിശ്വാസം, ഇതിൽ നിന്നുളവാകുന്ന സ്നേഹമാണ് എല്ലാ കൽപ്പനകളുടെയും ലക്ഷ്യം. എന്നിട്ട് പോൾ പറയുകയാണ്, ചിലർ ഇവയിൽ നിന്ന് വഴുതി മാറി വ്യർത്ഥമായ ചർച്ചകളിൽ ഏർപ്പെട്ട് വേദജ്ഞരാകാൻ ഭാവിക്കുന്നു. അപ്പം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരിടത്തും ഒരു തർക്കമില്ല, സംശയമില്ല, ഒന്നും ഒരിടത്തും കേട്ടിട്ടില്ല. ഉണ്ടോ? എങ്ങനെ നമുക്ക് കുറച്ചുകൂടി പരസ്പര സ്നേഹത്തിൽ വർത്തിക്കാം, എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ കർത്താവിന്റെ ക്യാരക്ടർ പ്രൊഡ്യൂസ് ചെയ്യാം. കർത്താവ് നമുക്കൊരു പുതിയ കൽപ്പന തന്നിട്ട് പോയിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ സ്നേഹിക്കണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഇതിനെക്കുറിച്ച് അബ്സല്യൂട്ട്ലി നോ ഡോക്ടറിനൽ ഡിഫറൻസ്, ഒരു തർക്കവും ഇല്ല, ഒരു വാദപ്രതിവാദവും ഇല്ല. പക്ഷെ എന്തിനെ കുറിച്ചൊക്കെയാണ്, അതായത് ഇതിൽ നിന്ന് അങ്ങ് വഴുതി മാറി ആ ടോപ്പിക് വിട്ടു കളഞ്ഞു. അതങ്ങനെ ഒരു ചിന്താ വിഷയമേ ഇല്ല. നമ്മുടെ ക്യാരക്ടർ ബെറ്റർ ആക്കണമെന്നോ അല്ലെ സ്നേഹത്തിൽ വർദ്ധിക്കണം എന്നുള്ള ടോപ്പിക്കേ ഇല്ല, അത് സംസാര വിഷയമല്ല. ഇതിൽ നിന്ന് വഴുതി മാറിയിട്ട് എന്താ ചെയ്യുന്നത്, എന്താ എന്നാൽ ചിലർ ഇവയിൽ നിന്ന് വഴുതി മാറി വ്യർത്ഥമായ ചർച്ചകളിൽ ഏർപ്പെട്ട് വേദജ്ഞരാകാൻ ഭാവിക്കുന്നു. അവരെ സംബന്ധിച്ച് അവർക്ക് സ്ക്രിപ്ചറിലുള്ള അറിവ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, അല്ലെ അങ്ങനെ എഴുതിയിട്ടുണ്ട്, അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, അതിന് ഇങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്, അല്ലെങ്കിൽ അതിന് ഇങ്ങനെയാണ് പറയപ്പെടുന്നത്, ഇങ്ങനെയുള്ള ചർച്ചകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇങ്ങനെ കർത്താവിന്റെ സ്വഭാവം പ്രാപിക്കാൻ, അല്ലെങ്കിൽ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് വളരാമെന്ന് അബ്സല്യൂട്ട്ലി ഈ ലോകത്തിൽ ഒരിടത്തും ഒരു ഡോക്ടറൽ ഡിഫറൻസും ഇല്ല.
ഉള്ളതെല്ലാം എന്തിനു വേണ്ടിയിട്ടാ? അവര് സ്വയം എന്താകാൻ ഭാവിക്കുന്ന വേദജ്ഞരാകാൻ, അതായത് സ്ക്രിപ്ചറിൽ നല്ല അറിവുള്ളവരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വെയിൻ അറ്റംപ്റ്റുകളാണ്. ദെൻ സെക്കൻഡ് തിമോത്തി എടുക്കുമ്പോൾ, സെക്കൻഡ് തിമോത്തിയിൽ ഒരു എക്സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ 16 തുടങ്ങി വായിക്കുമ്പോൾ, അല്ല 15 തുടങ്ങി വായിക്കുമ്പോൾ നമുക്കറിയാം, സത്യത്തിന്റെ വചനം ശരിയായി കൈകാര്യം ചെയ്യുക, ലജ്ജിക്കേണ്ട ആവശ്യമില്ലാത്ത വേലക്കാരനായി ദൈവം മുമ്പാകെ അംഗീകൃതനായി പ്രത്യക്ഷപ്പെടാൻ നീ പരമാവധി ശ്രമിക്കുക. നമ്മൾ ചിന്തിക്കാറില്ല, സ്റ്റഡി ദി സ്ക്രിപ്ചർ ആക്യുറേറ്റ്ലി. എന്നിട്ട് പറയാണ്, ലൗകികമായ വ്യർത്ഥ ഭാഷണം വർജിക്കണം, കാരണം അത് ജനങ്ങളെ ദൈവത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ വഷളത്വത്തിലേക്ക് നയിക്കുകയുള്ളൂ. ഇവരുടെ സംസാരം വ്രണം പോലെ കാർന്നു നിന്ന് പടർന്നു പിടിക്കും. അവരിൽ പെട്ടവരാണ് ഹ്യൂമനിയോസും ഫിലിത്തോസും. അടുത്ത ശ്രദ്ധിക്കണ്ടേ, പുനരുത്ഥാനം സംഭവിച്ചു കഴിഞ്ഞു എന്ന് വാദിച്ച് അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. ഇവർ ചിലരുടെ വിശ്വാസത്തെ തകിടം മറിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി. ഒരു റോങ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് പഠിപ്പിക്കുന്നവർ അലക്സാണ്ടറും ഹ്യൂമനിയോസും ആണ്. അപ്പൊ അവർ പഠിപ്പിക്കുന്ന പുനരുത്ഥാനമൊക്കെ കഴിഞ്ഞു പോയി, ഇനി പുനരുത്ഥാനമൊന്നുമില്ല, അതെല്ലാം കഴിഞ്ഞു പോയ സംഭവങ്ങളാണ്. അപ്പം ഇങ്ങനെ ഇനി പുനരുത്ഥാനം ഉണ്ടെന്ന് വിശ്വസിച്ചിരിക്കുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ അടുത്ത് അപ്പോൾ ഇത്തിരി സ്ട്രോങ് ആയിട്ട് വേദജ്ഞരായേക്കുന്ന, അല്ലെങ്കിൽ നല്ല ബൈബിൾ ടീച്ചേഴ്സ് എന്ന് പേര് കിട്ടിയേക്കുന്നവരാ. കാരണം ഇവര് ആദ്യമേ നമ്മൾ കണ്ടു, അവർ ചിലർ വേദജ്ഞരാകാൻ വേണ്ടി പരിശ്രമിക്കുക. വേദജ്ഞരാകാൻ പരിശ്രമിക്കുക എന്ന് പറയുന്നത് ദേ ആർ നോൺ ബൈബിൾ ടീച്ചേഴ്സ്, ഫേമസ് ആണ്. പക്ഷേ അതുകൊണ്ട് ഈ പൊതുജനം, സാധാരണ മനുഷ്യര്, സ്വന്തമായിട്ട് ബൈബിൾ പഠിക്കാത്തവര്, അവരെപ്പോഴും എന്തെങ്കിലും സംശയം വന്നാൽ ഫോൺ ചെയ്യും അറിയപ്പെടുന്ന സ്കോളേഴ്സിന്. നോക്ക്, ഈ ബൈബിളിനെ കുറിച്ച് ഒരു കോമൺ സെൻസ് ഉള്ള ആരും വേറൊരാളുടെ അടുത്ത് അങ്ങനെ സ്കോളേഴ്സ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം കർത്താവ് പറഞ്ഞു, ഇത് ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത സത്യം. അതുകൊണ്ട് ബൈബിളിനെ കുറിച്ച് അറിവുള്ളവരില്ലെന്നല്ല. അറ്റ് ദി സെയിം ടൈം നമുക്ക് പലപ്പോഴും ആൾക്കാർ പറയുന്ന, നമുക്ക് ഐ നെവർ അട്ടേർഡ് വിത്ത് മൈ മൗത്ത്, അതായത് ഇങ്ങനെയാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം, അങ്ങനെയാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, കൊറിന്തോസ് ലേഖനത്തിൽ എഴുതിയേക്കുക, ബുദ്ധിമാന്മാരെ അവരുടെ തന്നെ കൗശലത്തിൽ ദൈവം കൊടുക്കുന്നു. നമുക്ക് ഈ വലിയ സഭകളിലുള്ള ഡോക്ടറേറ്റ് ഹോൾഡേഴ്സും അല്ലെങ്കിൽ വലിയ പോപ്പുമാരൊക്കെ ബൈബിളിനെ കുറിച്ച് അറിവില്ലാത്തവരല്ല. പക്ഷേ ഈ ബൈബിൾ വായിക്കുമ്പോൾ അതൊരു മൂടുപടം അണിഞ്ഞിരിക്കുന്നതായിട്ട് തോന്നത്തുള്ളൂ. ദൈവം റിവീൽ ചെയ്തിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, എമ്മാവോസിലോട്ട് പോയ ശിഷ്യന്മാരുടെ കണ്ണുകൾ അടയ്ക്കപ്പെട്ടിരുന്നു, പിന്നീട് കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നോക്ക്, അലക്സാണ്ടറും ഹ്യൂമനിയോസും ദേ ആർ നോൺ വേദപണ്ഡിതരായിരിക്കും. അലക്സാണ്ടറും ഹ്യൂമനിയോസും അല്ലെങ്കിൽ അറിയപ്പെടാത്ത, അല്ലെങ്കിൽ നോൺ സ്കോളേഴ്സ്, അല്ലെങ്കിൽ ഇവർ പറയുന്നതായിട്ട് കുറെ പേര് വിശ്വസിക്കാൻ പോകത്തില്ല. കുറെ പേര് അത് വിശ്വസിച്ചു, എന്ത് പറ്റി? അവരുടെ വിശ്വാസം തകിടം മറിക്കപ്പെട്ടു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് വ്യക്തമായിട്ട് ഈ ഡോക്ടറിനെ കുറിച്ച് ഒരു ആക്യുറേറ്റ് നോളജ് ഇല്ലെങ്കിൽ ഒരു വലിയ ബൈബിൾ സ്കോളർ ഒന്ന് പഠിപ്പിക്കും, അത് ശരിയാന്ന് തോന്നും. വേറൊരാൾ വേറൊന്ന് പഠിപ്പിക്കും, അത് ശരിയാന്ന് തോന്നും. അൾട്ടിമേറ്റ്ലി അപ്പൊ നമ്മൾ ചിന്തിച്ച പോയിന്റ്, ഡോക്ടറിനിൽ ആക്യുറസി ഇല്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? എന്താ? അതായത് അവരിൽപ്പെട്ടവരാണ് ഹ്യൂമനിയോസും ഫിലിത്തോസും. പുനരുത്ഥാനം സംഭവിച്ചു കഴിഞ്ഞു എന്ന് അവർ വാദിച്ചു. ഓക്കെ, അവർ വാദിച്ചോട്ടെ, നോ പ്രോബ്ലം. അവർ വാദിച്ചിട്ട് എന്ത് പറ്റി? അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. ഇവർ ചിലരുടെ വിശ്വാസത്തെ തകിടം മറിക്കുകയും ചെയ്യുന്നു. അതാണ് അതിൻ്റെ അകത്ത് ഡേഞ്ചറസ്. അലക്സാണ്ടറും ഫിലിത്തോസും നശിച്ചു പോട്ടെ, നോ പ്രോബ്ലം. അവർ നശിക്കാൻ തീരുമാനിച്ചതെങ്കിൽ നശിക്കട്ടെ. പക്ഷേ കുറെ ആൾക്കാർ ഇവർ വേദപണ്ഡിതരായിരിക്കാലും അല്ലെങ്കിൽ വേദജ്ഞരാകാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ കുറിച്ച് പൗലോസ് വാൺ ചെയ്തേക്കുന്നത്. അപ്പൊ ഇവർ വേദജ്ഞരായതുകൊണ്ട് ഇവരുടെ ടീച്ചിങ് അക്സെപ്റ്റ് ചെയ്തു, അവർ നശിച്ചുപോയി. അതുകൊണ്ടാണ് ക്രിസ്തീയ കോളത്തില് നമ്മളെ സംബന്ധിച്ച് ദൈവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തില് ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് പഠിക്കാനുള്ള ഒരു പ്രൈമറി, അതുകൊണ്ട് മറ്റുള്ള സഭയിൽ ടീച്ചേഴ്സിന് ദൈവം വെച്ചിട്ടുണ്ട്. എന്നാൽ ആ പ്രൈമറിലി കർത്താവിൽ നിന്ന് പഠിക്കണം. അല്ലെങ്കിൽ ആര് പഠിപ്പിച്ചാലും ഇത് ദൈവവചന പ്രകാരമാണോ എന്ന് ശോധന ചെയ്യാനുള്ള ഒരു ഹൃദയം ഇല്ലെങ്കിൽ ഈ അലക്സാണ്ടറിന്റെയും ഫിലിത്തോസിന്റെയും പ്രസംഗം കേട്ട് നശിച്ചവരെ പോലെ നമ്മൾ നശിച്ചു പോകാനിടയായി തീരും. ദെൻ ഫസ്റ്റ് തിമോത്തി 6 അധ്യായം എടുക്കുമ്പോൾ ആറിന്റെ ലാസ്റ്റ് പാർട്ടില്, തിമോത്തിയോസെ, നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് നീ ഭദ്രമായി പരിരക്ഷിക്കുക. നോക്കിയത് പൗലോസ്, നമ്മളിതിന്റെ ഒരു ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ടും ആ പൗലോസിന്റെ ഹൃദയഭാരവും ആ ഹിസ്റ്റോറിക്കൽ സത്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ഹൃദയം സ്പർശിക്കപ്പെടും. തീർച്ചയായിട്ടും നമ്മളും
2000 വർഷം മുമ്പുള്ള ആ സിറ്റുവേഷനിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കും. അതായത് പൗലോസ് മരിക്കാറായി, അല്ലെ പൗലോസ് രക്തസാക്ഷിത്വം മരിക്കാറായി. ഇനി ഒരാളെ ഹാൻഡ് ഓവർ ചെയ്തിട്ട്, കാരണം ഇത്ര വലിയ സത്യങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കും. ഇന്നത്തെ പോലെ ഒരു ബൈബിൾ ഇല്ല, എഴുതപ്പെട്ടിരിക്കുന്ന കുറെ കൈയെഴുത്ത് കൃതികളുള്ള ഒരു പക്ഷേ യോഹന്നാന്റെ സുവിശേഷം പൗലോസ് കണ്ടിട്ടുണ്ടാവില്ല, മത്തായിയുടെ സുവിശേഷം കണ്ടിട്ടുണ്ടാവില്ല, പത്രോസിന്റെ ലേഖനം കണ്ടിട്ടുണ്ടാവില്ല, നമുക്കറിയില്ല. അപ്പൊ ഇന്ന് നമുക്കുള്ള പോലെ നമ്മൾ ഇന്ന് വളരെ സേഫാണ്, കാരണം നമുക്ക് ബൈബിൾ ഉള്ളതുകൊണ്ട്. അപ്പൊ ഇവിടെ തിമോത്തിയോസെ, നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് നീ ഭദ്രമായി പരിരക്ഷിക്കുക. കാരണം ഒരു എഡിറ്റഡ് ബൈബിൾ ഒന്നുമില്ല. ദുഷിച്ച വ്യർത്ഥ ഭാഷണവും അറിവ് എന്ന് തെറ്റായി വിളിക്കപ്പെടുന്ന ആശയവൈരുദ്ധ്യങ്ങൾ ഉപേക്ഷിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അംഗീകരിക്കുക വഴി ചിലർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട്. കണ്ടോ? അപ്പൊ ഇതിനകത്തും കുറെ ആൾക്കാർ ഈ ടീച്ചിങ്സിന്റെ പിന്നാലെ, അല്ലെ സയൻസിൽ വിശ്വസിച്ചിട്ട്, അവിടെ സയൻസ് തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത്, അതായത് ബൈബിളിന്റെ സയൻസ് എഴുതിയിരിക്കുന്ന ഒരേ ഒരു സ്ഥലം അത് 1 തിമോത്തി 6:20 ഇതിനകത്ത് വായിക്കുമ്പോൾ, തിമോത്തി, കീപ് ദാറ്റ് വിച്ച് ഈസ് കമ്മിറ്റഡ് ടു ദൈ ട്രസ്റ്റ്, അവോയ്ഡിങ് പ്രൊഫൈൻ ആൻഡ് വെയിൻ ബാബ്ലിങ്സ് ആൻഡ് ഓപ്പോസിഷൻസ് ഓഫ് സയൻസ് ഫാൾസ്ലി സോ കോൾഡ്. ബൈബിളില് സയൻസ് എന്ന് എഴുതിയിരിക്കുന്ന ഏക സ്ഥലം ഇത്. അത് ഓപ്പോസിഷൻസ് ഓഫ് സയൻസ് നമുക്കറിയാം. സയൻസിന്റെ ഒരു ഓപ്പോസിഷനാണ് എവല്യൂഷൻ, അല്ലെങ്കിൽ മനുഷ്യൻ പരിണാമ സിദ്ധാന്തത്തിലൂടെ, അല്ലെങ്കിൽ കുരങ്ങ്, ഇങ്ങനെയുള്ള ഒരു വലിയൊരു ലൈനിൽ രൂപാന്തരപ്പെട്ടു വന്നത് സയൻസിന്റെ ഒപ്പോസിഷനാണ്. നമുക്ക് ഈ രാജ്യത്തൊക്കെ ഉള്ള ഒരു 95% ആൾക്കാരും എവല്യൂഷൻ വിശ്വസിക്കുന്നവരാ. കാത്തലിക് ചർച്ച് ഇതൊരു ഡോക്ട്രിനായിട്ട്, അതായത് കാത്തലിക് ചർച്ചിന്റെ ഡോക്ട്രിൻ ഇങ്ങനെയാണ്, എവല്യൂഷൻ ഈസ് നോട്ട് റോങ്. അങ്ങനെയാണ്, എവല്യൂഷൻ ഈസ് നോട്ട് റോങ്, എവല്യൂഷൻ തെറ്റല്ല. അപ്പൊ ഈ സയൻസിന്റെ ഒപ്പോസിഷനെ അംഗീകരിച്ചവർക്ക് എന്ത് പറ്റിയെന്ന് എഴുതിയിരിക്കുന്നത്, സം പ്രൊഫസിങ് ഹാവ് ഏർഡ് കൺസേണിങ് ദി ഫെയ്ത്ത്. അപ്പം ഇവിടെ നമ്മൾ ഈ ഡോക്ടറിന്റെ ഇമ്പോർട്ടൻസ് ചിന്തിക്കുന്നത്, ഈ ഡോക്ട്രിൻ അല്ലെങ്കിൽ സയൻസ് ബൈബിൾ ഡോക്ട്രിൻസിനെ ഒപ്പോസ് ചെയ്ത് ഈ സയൻസിനെ കൂടുതൽ സത്യമായിട്ട് അംഗീകരിച്ച ആൾക്കാർ, ദേ ഹാവ് ഗോൺ എവേ ഫ്രം ഫെയ്ത്ത്. ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ വളരെ കോമൺ ആയിട്ട് റെഗുലർ ആയിട്ട് കേൾക്കുന്ന കാര്യമാണ്. നമുക്ക് ബൈബിളിൽ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു നാസയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സയന്റിഫിക് ഗ്രൂപ്പോ ഈ ബൈബിളിലുള്ളത് സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വിശ്വാസികൾക്കെല്ലാം വലിയ സന്തോഷമായി. സയൻസ് തന്നെ പഠിപ്പിക്കുന്നത്. ദാറ്റ് മീൻസ് സയൻസ് ഈസ് മോർ ആക്യുറേറ്റ് ദാൻ ബൈബിൾ എന്ന് വിശ്വസിക്കുന്നവരാ മജോറിറ്റി ഞാൻ പറയുന്നില്ല, നല്ലൊരു പങ്ക് വിശ്വാസികൾ. ഒരു ബൈബിൾ സയൻസ് ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. നമുക്ക് ഷെയിംഫുൾ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞു, അതായത് ഈ സയൻസും ദൈവവചനവും കൂടെ കോൺഫ്ലിക്റ്റ് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് സയൻസിന്റെ ഷെൽട്ടർ എടുത്തേക്കല്ലേ എന്നാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊരു കോണ്ടംപററി ലാംഗ്വേജിൽ പറഞ്ഞാൽ കാരണം നമുക്ക് 2000 years ബാക്ക് അന്ന് സയൻസ് ടോട്ടലി അൺഡെവലപ്ഡ്. അന്നേ ഈ ടെൻഡൻസി ഉണ്ട്. കാരണം ഗ്രീക്ക് ഫിലോസഫി ഉണ്ട്, ഗ്രീക്ക് സ്കോളേഴ്സ് ഉണ്ട്, അവർ വലിയ പണ്ഡിതന്മാരാണ്, നോളജ് ഉള്ളവരാണ്. അവർ പലപ്പോഴും, കാരണം പൗലോസിന് ഗ്രീക്ക് അല്ലെങ്കിൽ ഗ്രീക്ക് കൾച്ചറിനെ കുറിച്ച്, പാണ്ഡിത്യത്തെ കുറിച്ച് നല്ല പരിജ്ഞാനമുണ്ട്. അപ്പോൾ അന്നേ തന്നെ ഈ ഗ്രീക്ക് പാണ്ഡിത്യം ബൈബിളിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് വളരെ ഗൗരവമായിട്ട് അല്ലെങ്കിൽ പറഞ്ഞു, സയൻസ് അല്ലെങ്കിൽ നോളജ് എന്ന് പറയപ്പെടുന്ന ആ സയൻസിന്റെ നോളജ് വിശ്വാസത്തിന് അല്ലെങ്കിൽ ബൈബിളിനെതിരായിട്ട് വരുമ്പോൾ കുറെ ആൾക്കാർ അത് പ്രൊഫസ് ചെയ്യുന്നവർ അന്നുമുണ്ട്. ദയവ് ചെയ്ത് അതിലേക്ക് പോയേക്കില്ലേ. പക്ഷെ നമ്മുടെ ആൾക്കാരെ എല്ലാം വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. സയൻസ് എന്തെങ്കിലും ഒന്ന് ശരിയാന്ന് പറഞ്ഞോ, അത് ബൈബിളുമായിട്ട് സപ്പോർട്ടിങ് ആണെന്ന് കേൾക്കുമ്പോഴത്തേക്കും വിശ്വാസികൾക്ക് വലിയ സന്തോഷമാണ്. കാരണം they want to prove to the world that Bible is true. ബൈബിൾ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ദൈവം ഒരു അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ദൈവം തുടങ്ങുന്ന തന്നെ ഇങ്ങനെ, ഇൻ ദി ബിഗിനിങ് ഗോഡ്. അല്ല, ദൈവം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ബൈബിൾ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇങ്ങനെയും പറയുന്നുണ്ട്, ദൈവം ഇല്ല എന്ന് വിഡ്ഢി ഹൃദയത്തിൽ പറയുന്നു. 2 സ്റ്റേറ്റ്മെന്റും ഉണ്ട്. ഇൻ ദി ബിഗിനിങ് ഗോഡ്, ദൈവം ഇല്ല എന്ന് വിഡ്ഢി പറയുന്നു. ദാറ്റ്സ് ഓൾ. അപ്പൊ ഇതില് നമ്മൾ ഡോക്ടറിന്റെ ആക്യുറസിയുടെ നീഡിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ സയൻസും ബൈബിൾ ഡോക്ടറിന്റെ കോൺഫ്ലിക്റ്റ് വന്നപ്പോൾ സയൻസിനെ അക്സെപ്റ്റ് ചെയ്തു, അല്ലെ സയൻസിന്റെ സഹായം സെർച്ച് ചെയ്തു, ഏത് ബൈബിളിനെ പ്രൂവ് ചെയ്യാൻ. ദേ ഹാവ് ഗോൺ അവേ ഫ്രം ദി ഫെയ്ത്ത്. ടൈറ്റസ് 1 അധ്യായം എടുക്കുമ്പോൾ നമ്മൾ ഈ പല എക്സാമ്പിൾ നോക്കുന്നത് നമ്മൾ എത്രത്തോളം ഡോക്ട്രിനൽ പ്യൂരിറ്റി ഉള്ളവരായിരിക്കണം എന്ന് പഠിക്കാൻ വേണ്ടി മാത്രമേ. ടൈറ്റസ് 1 അതിന്റെ 9 തുടങ്ങിയെന്ന് വായിക്കുമ്പോൾ 1:9 തുടങ്ങി. ഉത്തമ സിദ്ധാന്തത്തിൽ പ്രബോധനം നൽകാനും അതിനെ എതിർക്കുന്നവർക്ക് ബോധ്യം പകരാനും അയാൾ താൻ
താൻ പഠിച്ച വിശ്വാസ്യമായ വചനത്തെ മുറുകെ പിടിക്കണം. കാരണം അനുസരണമില്ലാത്തവരും വ്യർത്ഥഭാഷണം നടത്തുന്നവരും വഞ്ചകരുമായ വളരെ ആളുകൾ അവിടെയുണ്ട്. പ്രത്യേകിച്ച് പരിച്ഛേദനവാദികൾ. അവരെ നിശബ്ദരാക്കണം. ഹീനമായ ലാഭേച്ഛയോടെ അവർ തങ്ങൾക്ക് പഠിപ്പിക്കാൻ അവകാശമില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ച് അനേകം കുടുംബങ്ങളെ ഒന്നടങ്കം തകിടം മറിക്കുന്നു. അതെ, നോക്ക്. അപ്പൊ ഇതിനകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, തെറ്റായിട്ടുള്ള ഡോക്ടറിലോട്ട് പോയപ്പോ ആ പഠിപ്പിച്ചവര് നശിച്ചുപോയി എന്നുള്ളതല്ല ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അവര് അനേകരുടെ വിശ്വാസത്തെ തകിടം മറിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഡോക്ടറിൻ കറക്റ്റ് അല്ലെങ്കിൽ ഓൾറെഡി വി ഹാവ് ഗോൺ അവേ ഫ്രം ദി കറക്റ്റ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ ഇവിടെ അവര് പരിച്ഛേദനവാദികൾ എന്ന് പറഞ്ഞാൽ ഇതൊരു പരിച്ഛേദന എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിംബോളിക് റെപ്രസെന്റേറ്റീവ് ഓഫ് ദി എൻ്റയർ ഓൾഡ് ടെസ്റ്റമെന്റ്. അതായത് നിയമം പഠിപ്പിക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ എന്നുള്ളതേ ഉള്ളൂ. പരിച്ഛേദന ഒത്തിരി കാര്യങ്ങളുണ്ട്. ദശാംശം കൊടുക്കുക, ഓൾഡ് ടെസ്റ്റമെന്റ്, പരിച്ഛേദനം, ദിവസങ്ങൾ ആചരിക്കുന്നത്, കാലങ്ങൾ ആചരിക്കുന്നത്, എല്ലാം ഈ പരിച്ഛേദനം എന്നുള്ള ആ ഹെഡിങ്ങിന്റെ അല്ലെങ്കിൽ ഇതിനോട് കൂടിയിട്ടുള്ള ഒരു ബണ്ടിലത്. അപ്പൊ ഈ ബണ്ടില് അത് പരിച്ഛേദനവാദികൾ എന്ത് ചെയ്തു? അവര് അനേകരുടെ വിശ്വാസത്തെ, അനേകം കുടുംബങ്ങളെ ഒന്നടങ്കം തകിടം മറിച്ചെന്ന് പറഞ്ഞാൽ അവര് ഈ ക്രിസ്ത്യൻ ഫെയ്ത്തിൽ നിന്ന് അവർ പുറത്തായി. അപ്പൊ ഇവിടെ തീത്തോസിനോട് പൗലോസ് പറയുകയാണ് അവരെന്ത് ചെയ്യണം? അവരെ നിശബ്ദരാക്കണം. നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അതായത് സത്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അസത്യം പ്രസംഗിക്കപ്പെടുമ്പോൾ സത്യത്തിന് വേണ്ടി വാദിച്ചാല് അസത്യവാദികൾ നിശബ്ദരാകും. നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ഇസ്ലാം സംവാദം ഉണ്ടായിരുന്ന ഒരു സമയത്ത്, യഹോവ സാക്ഷികളുടെ പ്രീച്ചിങ് ഉണ്ടായിരുന്ന ഒരു സമയത്ത്, ഇതിനെതിരായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ആൾക്കാര് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്ലാം സംവാദം ഇപ്പൊ കേരളത്തിൽ ഇല്ലാതായിപ്പോയി, നിന്നുപോയി. കാരണം അവർക്കൊന്നും പറയാനില്ല. യഹോവ സാക്ഷികളുടെ ഒരു സമയത്ത് ഭയങ്കര പ്രസംഗം ഉണ്ടായിരുന്നു കേരളത്തിൽ, നിന്നുപോയി. കാരണം അതിനെതിരായിട്ട് കറക്റ്റായിട്ട് പ്രസംഗിച്ചപ്പോൾ. സെയിം വേ ഇവിടെ തീത്തോസിനോട് പൗലോസ് പറയുകയാണ് അവരെ നിശബ്ദരാക്കണം. തിമോത്തിയോസിനോടും പറഞ്ഞു അവരെ നിശബ്ദരാക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ തെറ്റായിട്ടുള്ള ഡോക്ടറിൻ പ്രസംഗിക്കപ്പെടുമ്പോൾ അവരെ നിശബ്ദരാക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് വി മസ്റ്റ് നോ ദി കറക്റ്റ് ഡോക്ടറിൻ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 1:3 ഫസ്റ്റ് തിമോത്തി 1:3 പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ് അവിടെ ചിലര് തെറ്റായിട്ടുള്ള ഡോക്ട്രിൻ, ഈ ഡോക്ട്രിൻ എന്നുള്ള വേർഡ് ഉപയോഗിക്കുക, കാരണം അതൊരു ഉപദേശം എന്നുള്ളതിനേക്കാളൊക്കെ ഒരു ഹെവി വെയിറ്റ് വേർഡാണ് ഡോക്ട്രിൻ എന്ന് പറഞ്ഞ ഒരു സിദ്ധാന്തം, പ്രബന്ധം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മീനിങ് ഉണ്ട്. അപ്പൊ അവരെ നിശബ്ദരാക്കണം. അതുകൊണ്ടാണ് എഗെയിൻ ഈ ഫസ്റ്റ് തിമോത്തി 5 എടുക്കുമ്പോൾ 5:14 അല്ല 17 വായിക്കുമ്പോ നന്നായി ഭരിക്കുന്ന സഭാമൂപ്പന്മാർ പ്രത്യേകിച്ച് പ്രബോധനത്തിലും അധ്യാപനത്തിലും വ്യാപൃതരായിരിക്കുന്നവർ ഇരട്ടി ബഹുമാനത്തിന് അർഹരാണ്. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അവിടെയും ആ ഡോക്ട്രിൻ എഴുതിയേക്കുന്നത്, അല്ലാതെ പ്രബോധനം എന്നൊക്കെ എഴുതിയേക്കുന്നത് അങ്ങനെയാണെങ്കിലും നമ്മളത് എഴുതുന്ന വായിക്കാം. 5:17 ലെറ്റ് ദി എൽഡേഴ്സ് ഹു റൂൾ വെൽ ബി കൗണ്ടഡ് വർത്തി ഓഫ് ഡബിൾ ഓണർ, എസ്പെഷ്യലി those who labor in the word and doctrine. കാരണം ഈ വേർഡും ഡോക്ടറിനും കറക്റ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ അറ്റംപ്റ്റ് വേസ്റ്റാ, ബാക്കി എല്ലാം വേസ്റ്റായി പോകാനിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പോൾ അവിടെ പറയുകയാണ് ഈ വേർഡിലും ഡോക്ടറിലും ലേബർ ചെയ്യുന്ന ആ സ്പിരിച്വൽ ലീഡേഴ്സിനെ നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ഇരട്ടി യു ഹാവ് ടു ഗീവ് ദം റെസ്പെക്ട്. അപ്പൊ ഇതില് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടറിൽ ഒരു എറർ വന്നാൽ എന്ത് സംഭവിക്കും? പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, വി ആർ പെറിഷ്, വി ആർ ഗോയിങ് ടു പെറിഷ്. നമ്മൾ കണ്ട് പുനരുത്ഥാനം നടന്നു പോയെന്ന് വിശ്വസിച്ചൊരു വിശ്വാസത്തിൽ നിന്ന് പോയി, സയൻസിനെ അക്സെപ്റ്റ് ചെയ്ത ഒരു വിശ്വാസത്തിൽ നിന്ന് പോയി, ദെൻ പരിച്ഛേദനവാദികൾ വിശ്വാസത്തിൽ നിന്ന് പോയി. ഇതിനെല്ലാം ഉപരിയായിട്ട് പോൾ ആദ്യം പറഞ്ഞു, ഗലേഷ്യൻസ് 1:6 പറഞ്ഞു, ഇതല്ലാതെ വേറൊരു സുവിശേഷം പ്രസംഗിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവൻ, അക്സെപ്റ്റ് ചെയ്യുന്നവൻ. കാരണം പുനരുത്ഥാനം സംഭവിച്ചു പോയി എന്ന് അലക്സാണ്ടറും ഫിലത്തോസും പ്രസംഗിച്ചു, പക്ഷെ കേട്ടവർ നശിച്ചുപോയി. സയൻസിനെ അക്സെപ്റ്റ് ചെയ്തു, കുറെ ആൾക്കാർ പ്രസംഗിച്ചു, അവർ നശിച്ചു പോയി. ദെൻ പരിച്ഛേദനവാദികൾ പരിച്ഛേദനം അല്ലെങ്കിൽ നിയമം പ്രസംഗിച്ചു, അത് സ്വീകരിച്ചവരെന്ത് പറ്റി? നമ്മൾ വായിച്ചെന്താ, അവർ അനേക കുടുംബങ്ങളെ തകിടം മറിക്കുന്നു. ഇനി ഇന്നത്തെ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റി എടുത്താൽ തമാശല്ല, ദുഃഖകരമാണ്. കാരണം ഇതിനകത്ത് പെടാത്ത കൂട്ടങ്ങൾ വളരെ കുറവാണ്. സേ ഫോർ എക്സാമ്പിൾ പരിച്ഛേദനം എന്ന് പറയുന്നത് എന്താ? ആ വേർഡല്ല, ഇതൊരു ബണ്ടിലാണ്, ഒരു പാക്കേജാണ്, ഒരു ഓൾഡ് ടെസ്റ്റാമെന്റിന്റെ ഒരു ബണ്ടിലാണ്. പരിച്ഛേദനമുണ്ട്, ദശാംശമുണ്ട്, ദിവസങ്ങളുടെ ആചരണമുണ്ട്,
പിന്നെ കാലങ്ങൾ, ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനകത്തൊരു റെപ്രസെന്റേറ്റീവ് വേർഡാണ് എന്ത് പരിച്ഛേദനം എന്നുള്ളത്. ഇന്നെടുത്താല് ദിവസങ്ങൾ ആചരിക്കാത്ത എത്ര ക്രിസ്തീയ കൂട്ടങ്ങളുണ്ട്, ഡിസംബർ 31 പാതിരാ പ്രാർത്ഥന നടത്താതെ എത്ര കൂട്ടങ്ങളുണ്ട്, ക്രിസ്മസ് ആഘോഷിക്കാത്ത എത്ര കൂട്ടങ്ങളുണ്ട്, ദശാംശം കൊടുക്കുന്നത് പഠിപ്പിക്കാത്ത എത്ര കൂട്ടങ്ങളുണ്ട്. ഗോൺ. ബൈബിൾ സത്യമാണെങ്കിൽ ഐ ബിലീവ് ബൈബിൾ ആസ് ട്രൂ. ഇവരുടെ എല്ലാം ഇവർ വിശ്വാസ കപ്പൽ ഓൾറെഡി തകർന്നു പോയിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇന്ന് അങ്ങനെ അല്ലാത്തതൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരോടും കൂടി ഒരു എന്താ പറയുക അമെൻമെന്റ് നടത്തിയേക്കുക ബൈബിളിന്, അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സാക്കിയേക്കുക. ഇതൊന്നും കുഴപ്പമില്ല. ഞാൻ ഓർക്കുന്നുണ്ട് ലോങ് ബാക്ക് ഇന്ത്യയിൽ ഒരു തവണ, അത് ഓർക്കുന്നുണ്ടാവില്ല, പലരും ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ സംഭവം. ഈ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ഈ റേഡിയേഷൻ ലീക്ക് കൂടുതലായിരുന്നു. റേഡിയേഷൻ, അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവരുടെ എല്ലാം ലൈഫ് ഹസാഡസ് ആണ്, അല്ലെങ്കിൽ ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഈ പാർലമെന്ററി കമ്മിറ്റിയൊക്കെ സ്റ്റഡി ചെയ്തപ്പോൾ ഇത് ഇന്റർനാഷണൽ ലെവലിനേക്കാൾ, അതായത് ഇപ്പൊ അമേരിക്കൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ റഷ്യൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്, ഇതിനേക്കാളൊക്കെ ഒത്തിരി കൂടുതൽ റേഡിയേഷൻ ലീക്ക് ചെയ്യുക. അപ്പോൾ പാർലമെന്റിൽ കൊടുത്ത റിപ്ലൈ ആണ് അത് തന്നെ. ഞാൻ ഇതിനോട് സിമിലർ റിപ്ലൈ ആണ്. അപ്പൊ പാർലമെന്റിൽ റിപ്ലൈ കൊടുത്തു, ഇതിന്റെ സയൻസിന്റെ മന്ത്രി റിപ്ലൈ കൊടുത്തു, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, റഷ്യയിലെ സ്റ്റാൻഡേർഡിനേക്കാൾ, അമേരിക്കയിലെ സ്റ്റാൻഡേർഡിനേക്കാൾ, അല്ലെങ്കിൽ ബ്രിട്ടനിലെ സ്റ്റാൻഡേർഡിനേക്കാൾ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ഉയർത്തിയിരിക്കുക. സോ നോ നീഡ് ടു കംപ്ലൈന്റ്. പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലായി എന്ന് വിചാരിക്കും. അതായത് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് കൂട്ടി, അതുകൊണ്ട് ഇന്ത്യയിൽ ആരും കംപ്ലൈന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ റേഡിയേഷൻ വീഴുന്നവന് എന്ത് പറ്റും? അവന് ക്യാൻസർ പിടിക്കും, രോഗങ്ങൾ പിടിക്കും. സെയിം വേ ഇപ്പൊ 20 നൂറ്റാണ്ട് കഴിഞ്ഞതുകൊണ്ട് ഇപ്പൊ ഡോക്ടറിൻ ശരി, ദശാംശം കൊടുക്കണമെന്ന് പഠിപ്പിച്ച നോ പ്രോബ്ലം, ക്രിസ്മസ് ആഘോഷിച്ചാൽ നോ പ്രോബ്ലം, ഡിസംബർ 31 രാത്രി പ്രാർത്ഥിച്ചാൽ നോ പ്രോബ്ലം. കാരണം ഈ പൗലോസൊക്കെ പഠിപ്പിച്ച പോലെ ഒരു സുവിശേഷ സത്യത്തിൽ നിന്ന് അണുവിട മാറുമ്പോൾ എല്ലാം മറന്ന് ഫൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ റീസൺ ഫൈറ്റ് ചെയ്യാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇവര് ഗോയിങ് ടു പെറിഷ്. കർത്താവ് പറഞ്ഞു നീയമത്തിൽ നിന്ന് വള്ളി പുള്ളിക്ക് മാറ്റം വരില്ല, ഇതിൽ നിന്നൊരു വള്ളി പുള്ളി മാറുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്. ഇത് കർത്താവിൽ നിന്ന് കേട്ട് പഠിച്ചവരായിരുന്നുകൊണ്ടാണ് ഇവർ ഇത്ര ഹൃദയവേദനയോട് കൂടി ഫൈറ്റ് ചെയ്തത്. ഗലേഷ്യൻസ് ചാപ്റ്റർ 2 ഒക്കെ എടുക്കുമ്പോൾ, ഗലേഷ്യൻസ് ചാപ്റ്റർ 2 ഒന്നുകൂടി വായിക്കുമ്പോൾ ഭാഗം വായിക്കും. 14 വർഷങ്ങൾക്ക് ശേഷം ബർന്നബാസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും ഞാൻ ജെറുസലേമിലേക്ക് പോയി. ഇത്തവണ തീത്തോസും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു വെളിപാട് അനുസരിച്ചാണ് ഞാൻ അവിടേക്ക് പോയത്. വിജാതീയരോട് ഞാൻ പ്രസംഗിക്കാറുണ്ടായിരുന്ന സുവിശേഷം അവിടെ ഉണ്ടായിരുന്ന പ്രശസ്ത വ്യക്തികളുടെ സമക്ഷം സ്വകാര്യമായി ഞാൻ അവതരിപ്പിച്ചു. ഞാൻ നേരത്തെ ഓടിയതും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതും വ്യക്തമാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. എന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന തീത്തോസ് ഗ്രീക്കുകാരനായിരുന്നിട്ടും പരിച്ഛേദന കർമ്മത്തിന് അയാളെ ആരും നിർബന്ധിച്ചില്ല. എങ്കിലും സൂത്രത്തിൽ അവിടേക്ക് കടന്നു പറ്റിയ ചില കപട സഹോദരർ ഞങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു കയറി ക്രിസ്തുയേശുവിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് തന്ത്രപൂർവ്വം മനസ്സിലാക്കി അടിമത്തത്തിലേക്ക് വീണ്ടും ഞങ്ങളെ തള്ളി വീഴ്ത്താൻ പരിശ്രമിച്ചു. എന്നിട്ടും ഒരു നിമിഷം പോലും അവർക്ക് ഞങ്ങൾ വിധേയരായില്ല. അങ്ങനെ സുവിശേഷ സത്യം നിങ്ങൾക്ക് വേണ്ടി പരീക്ഷിക്കപ്പെട്ടു. ദി ട്രൂത്ത് ഓഫ് ദി ഗോസ്പൽ എന്ന് പറയുന്നത് നോക്ക്, നമ്മളെ സംബന്ധിച്ച് ഈ ട്രൂത്ത് ഓഫ് ദി ഗോസ്പലിനെ കുറിച്ച് അബ്സല്യൂട്ട്ലി നോ ഹാർഡ് ബേണിങ്, അല്ലെ ഹൃദയത്തിൽ ഒരു ചൂടില്ല, എരിവില്ല. നോക്ക്, ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി. അപ്പൊ ഇവിടെ നോക്ക്, പരിച്ഛേദന നമുക്ക് യഹൂദരുടെ നിയമങ്ങളെ, യഹൂദർ എന്ന് പറഞ്ഞാൽ ഒരു റിലീജിയസ് ഫനാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ നമുക്കറിയില്ല. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നു, അല്ലെങ്കിൽ പൗലോസ് നമുക്ക് ക്രിസ്തു മാർഗത്തിൽ നശിപ്പിക്കാൻ വേണ്ടി കർത്താവിൽ വിശ്വസിക്കുന്നവരെ വലിച്ചിഴച്ച് തടവറയിലാക്കി അവരെ ഫിസിക്കലി ടോർച്ചർ ചെയ്തു. പൗലോസ് തന്നെ എഴുതുന്നുണ്ട്, ഫിസിക്കലി ടോർച്ചർ ചെയ്ത്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ഇതില് അവരെ സംബന്ധിച്ച് പരിച്ഛേദന എന്ന് പറയുന്നത് മോശയിൽ നിന്ന് കിട്ടിയെന്നാണ് അവർ ട്രഡീഷണലി പ്രാക്ടീസ് ചെയ്യുന്നത്. കർത്താവ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് നിങ്ങൾക്കത് മോശയല്ല നൽകിയത്, പിതാക്കന്മാരിൽ നിന്നാണ്. പക്ഷെ മോശയിൽ നിന്ന് കിട്ടി ഇതിന് അവരുടെ നമുക്കറിയാവുന്ന കാര്യം, അവര് പരിച്ഛേദനം ശാബത്ത് ദിവസമാണെങ്കിലും 8-ാം ദിവസം ശാബത്തായിട്ട് വന്നാലും അവർ പരിച്ഛേദനം നടത്തും. എന്തിന്? ദൈവകൽപ്പന ലംഘിക്കാതിരിക്കാൻ. അങ്ങനെ ശാബത്ത് ലംഘി, ഇത് കർത്താവ് സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ പരിച്ഛേദനത്തിന്റെ
ടീച്ചിങ് എന്താ പറയുന്നത് രഹസ്യമായിട്ട് ക്രിസ്തീയ കോളത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നു. ഇന്നത്തെ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റി ആയിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ പരിച്ഛേദന എന്ന് പറയുന്നത് തൊലിപ്പുറത്തുള്ള ഒരു കാര്യമാണ്, ഹൃദയത്തെ ബാധിക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ വിശ്വാസ കോളത്തിൽ ഇന്നത്തെ വിശ്വാസികൾ എന്ത് പറയും? നോ പ്രോബ്ലം, ഇതൊക്കെ ഹൃദയത്തെ സ്പർശിക്കാത്ത ഒരു കാര്യമല്ലേ, പരിച്ഛേദന നടത്തുമോ നടത്താതിരിക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, എന്നാൽ അടിമത്തത്തിലേക്ക് വീണ്ടും ഞങ്ങളെ തള്ളി വീഴ്ത്താനായിട്ട് പരിശ്രമിച്ചപ്പോൾ ഒരു നിമിഷം പോലും ആ കാപട്യത്തിന് ഞങ്ങൾ വഴിപ്പെട്ടില്ല. അങ്ങനെ സുവിശേഷ സത്യം പരിരക്ഷിക്കപ്പെട്ടു. നോക്ക്, ഇന്ന് എന്തെല്ലാം ടീച്ചിങ് ഗലാത്യ ലേഖനത്തിൽ തന്നെ വേറൊരു സ്ഥലത്ത് പൗലോസ് പറയുന്നു, 4-ാം അധ്യായം. കാരണം നമ്മുടെ സുവിശേഷം നമ്മൾ ഇന്ന് കാണുന്നത് പരിരക്ഷിക്കപ്പെട്ട സുവിശേഷമാണോ നമ്മളൊന്ന് ജഡ്ജ് ചെയ്യേണ്ടതാണ്. 4-8 തുടങ്ങി വായിക്കുമ്പോൾ മുമ്പ് ദൈവത്തെ അറിയാതിരുന്ന കാലത്ത് നിങ്ങൾ ദൈവങ്ങളല്ലാത്തവരുടെ ബന്ധനത്തിലായിരുന്നു. അല്ലാത്തവരുടെ ബന്ധനത്തിലായിരുന്നു. ഇപ്പോഴാകട്ടെ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, മാത്രമല്ല ദൈവം നിങ്ങളെയും അറിയുന്നു. എന്നിട്ട് നിസാരങ്ങളും ദുർബലങ്ങളുമായ ലൗകിക ശക്തികളുടെ പിടിയിൽ അമർന്ന് വീണ്ടും അവയുടെ അടിമകളാകാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങൾ ഇപ്പോഴും ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും വത്സരങ്ങളും ആചരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ പ്രയത്നം നിഷ്ഫലമായി പോയോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. കണ്ടോ, ഇവര് കൊടുത്തിരുന്ന അല്ലെ അപ്പസ്തോലന്മാർ കൊടുത്തിരുന്ന ഗൗരവം നമുക്കില്ല. ഇവർ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ പ്രയത്നം നിഷ്ഫലമായി പോയോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതുപോലെയുള്ള കാര്യമാണ്. അതായത് നിങ്ങൾ ഇപ്പോഴും ദിവസങ്ങളും വത്സരങ്ങളും കാലങ്ങളും ആചരിക്കുന്നു. നമുക്ക് നമ്മുടെ ക്രിസ്ത്യ കോളം എടുത്താല് നമുക്ക് സമുദായങ്ങളൊക്കെ വിട്, അല്ലെങ്കിൽ നൊയമ്പ് സീസണും കത്തോലിക്കരുടെ യാക്കോബക്കാരുടെ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. അല്ലെ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന ലോകം ഇന്ന് അക്സെപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരുടെ ടീച്ചിങ്ങില് ഡിസംബർ 31 ഹിന്ദുക്കൾക്ക് വിഷുക്കണിയുള്ള പോലെ ഡിസംബർ 31 പാതിരായ്ക്ക് 11 മണിക്ക് പ്രാർത്ഥന തുടങ്ങിയാൽ അത് 12 മുമ്പ് നിർത്തുമോ? ഈ അടുത്തിടെ ആരോ പറയുന്നത് കേട്ടു, എവിടെയൊക്കെ ഈ രാത്രി 12 മണിയാകുമ്പോൾ ലൈറ്റ് എല്ലാം കെടുത്തും, എന്നിട്ട് മെഴുകിരി കത്തിച്ച് ഉദ്ഘാടനം ചെയ്ത് എന്താ പറയുന്നത് പുതിയ വർഷത്തിലേക്ക് കയറും. അപ്പൊ പൗലോസ് അവിടെ പറയുന്നത് എന്താ? അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ അധ്വാനം നിഷ്ഫലമായി പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം കൊളോസ്യ ലേഖനം എടുക്കുമ്പോൾ കൊളോഷ്യൻസ് ചാപ്റ്റർ 2 അതിന്റെ 13 തുടങ്ങി വായിക്കുമ്പോൾ 2:13 തുടങ്ങി വായിക്കുമ്പോൾ നിങ്ങളുടെ അതിക്രമങ്ങളിലും പരിച്ഛേദനമേൽക്കാത്ത പാപപ്രകൃതിയിലും മൃതരായിരുന്ന നിങ്ങളെ ദൈവം ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിച്ചു. നമ്മുടെ അതിക്രമങ്ങൾക്കെല്ലാം ദൈവം മാപ്പ് തന്നിരിക്കുന്നു. ഇനിയുള്ള ശ്രദ്ധിക്കണേ, നിയമത്തിന്റെ സകല നിബന്ധനകളോടും കൂടി പരിച്ഛേദനം, ദശാംശം, കാലങ്ങള്, ഋതുക്കള്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാം, അത് മരിച്ചെടുത്ത് പോയിട്ട് വന്നാൽ കുളിച്ചിട്ടേ കയറാവുള്ളൂ, പന്നിയിറച്ചി തിന്നാൻ പാടില്ല, സ്രാവിന്റെ മീൻ കഴിക്കാൻ പറ്റത്തില്ല, ശൽക്കങ്ങളുള്ള മീനിന്റെ കഴിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി 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 ഓർഡിനൻസുകൾ. അല്ലെ നിയമത്തിന്റെ എല്ലാ നിബന്ധനകളോടും കൂടി നമുക്കെതിരായി നിലവിലിരുന്ന ആ പ്രമാണപത്രം അവൻ റദ്ദാക്കി, അത് കുരിശിൽ തറച്ച് അവൻ അസാധുവാക്കി. പ്രഭുക്കന്മാരെയും അധികാരികളെയും അവൻ നിരായുധരാക്കി. അവരുടെ മേൽ കുരിശാൽ വിജയം വരിച്ച് അവരെ പരസ്യ പരിഹാസ വിഷയമാക്കി. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഈ ദിവസങ്ങളും കാലങ്ങളും ആചരിക്കരുതെന്ന് പറയുന്നത് വെറുതെ ഒരു എന്താ പറയുന്നത് ഒരു ചേഞ്ച് ഓഫ് കൾച്ചർ അല്ല, അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റാമെന്റിൽ നിന്ന് ന്യൂ ടെസ്റ്റാമെന്റിലേക്ക് ഒരു വ്യത്യാസം പഠിപ്പിക്കുന്നതല്ല. ഇങ്ങനെ കർത്താവ് കുരിശിൽ തറച്ച് നിയമത്തെ നള്ളിഫൈ ചെയ്ത്, അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങളുടെ പേരിലോ തിരുനാളുകളുടെ പേരിലോ അമാവാസിയുടെ പേരിലോ ശാപത്തിന്റെ പേരിലോ ആരും നിങ്ങളെ കുറ്റം വിധിക്കാതിരിക്കട്ടെ. ഇവ വരാനിരിക്കുന്നതിന്റെ നിഴൽ മാത്രമാണ്, യഥാർത്ഥമായത് ക്രിസ്തു മാത്രമാണ്. അപ്പൊ ഇവിടെ വീണ്ടും ഈ ദിവസങ്ങളും കാലങ്ങളും ആചരിക്കുമ്പോൾ ഈ കർത്താവിന്റെ ക്രൂശിലെ ബലിയുടെ ഇഫക്റ്റുകളെയാണ് നള്ളിഫൈ ചെയ്ത് കളയുന്നത്. കാരണം മനുഷ്യന് ഇതിന്റെ എല്ലാം ബന്ധനത്തിലായിരുന്നു. നോക്ക്, ശാപത്തിൽ ഒരു കാര്യം അത്യാവശ്യം വന്നാൽ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണപാനീയങ്ങളെ കുറിച്ച് ക്രമീകരണങ്ങൾ, വിശന്നിരുന്നാലും ചില സാധനങ്ങൾ തിന്നാൻ പറ്റത്തില്ല. സ്ലേവ്സ് ടു മെനി ടീച്ചിങ്സ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ക്രിസ്തു സ്വാതന്ത്ര്യം നൽകിയെങ്കിലും വീണ്ടും അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന ടീച്ചിങ്ങുകൾ, അല്ലെങ്കിൽ 10 1 കൊടുത്താൽ 10 9 അവർക്ക് എന്ത് വേണേലും ചെയ്യായിരുന്നു.
ഒരു ദശാംശം കൊടുത്താൽ ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നു. അപ്പൊ ഇവിടെ ഇന്നും ഈ ടീച്ചിങ് കൊണ്ടുവന്നപ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ ലൈറ്റായിട്ട് ആൾക്കാർ പറയും നോക്കുക അവർ ദശാംശം കൊടുക്കുന്നത് പഠിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ, ഇപ്പൊ തൊലിപ്പുറത്തുള്ള ടീച്ചിങ്സ് എടുത്താൽ നമുക്ക് ഒരു അഡീഷൻ കൊണ്ടുവന്നു. അപ്പം പൗലോസ് പരിച്ഛേദനം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്തു. ഇവിടെ സ്നാനപ്പെടുത്തുന്ന എക്സാമ്പിളുകൾ എടുത്ത് നോക്കും. ഒട്ടുമിക്ക ഈ വേർപാട് സഭകളെന്ന് അവകാശപ്പെടുന്നവരും സ്വർണ്ണ ഊരാതെ സ്നാനപ്പെടുത്തില്ല. അപ്പൊ ആൾക്കാർ ഇതിനെല്ലാം വിശുദ്ധിയുടെ ബാഹ്യവേഷം ഉള്ളതുകൊണ്ട് ആൾക്കാർ പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് ഗ്രേറ്റർ ദാൻ എന്താ പറയുന്നത് വാട്ട് ഈസ് പുട്ട് ഫോർവേഡ് ഇൻ ദി ബൈബിൾ. ബൈബിളിനേക്കാൾ ഇത്തിരിയോടെ വിശുദ്ധിയുടെ മാർഗ്ഗമാണ്. ഈ ബൈബിളിനോട് കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ച് അബ്സല്യൂട്ട്ലി ഒരു ഹാർഡ് ബേൺ ആർക്കും ഇല്ല. അത് നോക്ക്, ചില സ്ഥലത്താണെങ്കിൽ ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് സ്വർണം ധരിക്കുന്നതിന് കുഴപ്പമില്ല. ചില ആൾക്കാർക്ക് അവർ തന്നെ പറഞ്ഞു കൊടുക്കും ഇവിടെ വരുമ്പോൾ മാത്രം ഇടരുത്, അത് കഴിഞ്ഞ് നിങ്ങൾ എതിര് പോയാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. മീൻസ് ബൈബിളിൽ ഇല്ലാത്ത പഠിപ്പീരുകളെ കുറിച്ച് നമ്മൾ അതിനൊരു തമാശയായിട്ട് എടുക്കുന്നത്. ബട്ട് യു ഹാവ് ടു നോ വി ആർ ലൂസിങ് അവർ എറ്റേണിറ്റി എന്നാണ് വിശ്വസിക്കേണ്ടത്. കാരണം ബൈബിളിനോട് കൂട്ടാനോ കുറയ്ക്കാനോ ആർക്കും ഒരു അധികാരമില്ല. വേറൊരു സ്ഥലത്ത് ഗലേഷ്യൻസ് 5 പോള് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല ഇത് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, എനിക്ക് തന്നെയും ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇത് ബൈബിളിൽ എഴുതിയേക്കുന്ന കാര്യം. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ദൈവവചനത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒന്നുമല്ല. വലിയ പ്രസംഗനായിരിക്കും, വലിയ സഭകള് പടുത്തുയർത്തിയിട്ടുണ്ടാവും, അല്ലെ അനേകര് ഇങ്ങനെ ഇതിലോട്ട് തിരിഞ്ഞിട്ടുണ്ടാവും. യഹൂദരും അനേകരെ യഹൂദ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നത് അവരെ ഇരട്ടി നരകസന്ധിയാക്കിയിരുന്നു. ഗലേഷ്യൻസ് 5 അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും ഈ എക്സ്ട്രാ പഠിപ്പിക്കുമ്പോൾ ഉള്ള കാര്യം, അല്ലെ നിയമത്തിലേക്ക് തിരികെ പോകുമ്പോൾ ഉള്ള കാര്യം, 5-ന്റെ ഒന്ന് തുടങ്ങി വായിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്താ പറയുന്നത്, ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് ദി വേർഡ്. സത്യത്തിന് കീഴടങ്ങി നിൽക്കുമ്പോൾ, സത്യത്തിന്റെ വേലിക്കെട്ടിനകത്ത് നിൽക്കുന്നതിനെ ബൈബിൾ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പൊ ഈ ദൈവവചനത്തിനകത്തല്ലാതെ നമുക്ക് അതിനേക്കാൾ സ്വാതന്ത്ര്യമാണെന്ന് തോന്നുന്ന ഒന്നും സ്വാതന്ത്ര്യം അല്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നിങ്ങളെ ലിബറേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ക്രിസ്തു പ്രദാനം ചെയ്ത സ്വാതന്ത്ര്യം നമുക്ക് കിട്ടത്തുള്ളൂ. സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ ഉറച്ചു നിൽക്കുക. ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ സത്യത്തിന്റെ വേലിക്കെട്ടിനകത്തല്ലാത്ത ഒന്നും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യരുത്, അല്ലെ ഒരു ഡോക്ടറിനും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യരുത്. കാരണം പരിച്ഛേദന ഒരു എക്സാമ്പിളാണ്, നിയമത്തിന്റെ ഒരു ടീച്ചിങ്. ദാറ്റ് ഈവൻ ഹൃദയത്തെ സ്പർശിക്കാത്ത ഒരു ടീച്ചിങ് നമുക്ക് വേണേൽ പറയാം. അതിപ്പോ സ്വർണ്ണം ഊരി എന്താ ഇട്ട എന്താ, ഇതൊക്കെ തൊലിപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ എന്ത് വസ്ത്രം ഇട്ട എന്താ, ഇതിനെക്കുറിച്ചൊക്കെ വസ്ത്രം എന്തിടുന്നു, ഇതൊക്കെ മനുഷ്യന്റെ ഫ്രീഡത്തിന് ദൈവം വിട്ടേക്കുന്ന കാര്യം. വേറെ ആൾ പഠിപ്പിക്കുമ്പോഴാണ് അത് ബൈബിളിന് വിരുദ്ധമാകുന്നത്, സുവിശേഷ സത്യത്തിൽ നിന്ന് പോകുന്ന. പൗലോസ് പറയാണ്, ഒരു നിമിഷം പോലും ആ കാപട്യത്തിന് ഞാൻ വഴിപ്പെട്ടില്ല. അങ്ങനെ സുവിശേഷ സത്യം പരിരക്ഷിക്കപ്പെട്ടു. ഇന്ന് സുവിശേഷ സത്യം പരിരക്ഷിക്കുന്ന കാര്യത്തിൽ നോബഡി ഈസ് ബോതേർഡ്. അത് കുഴപ്പമില്ല, അതും അനുസരിച്ചു, ഇതും അനുസരിച്ചു. അവിടെ അങ്ങനെയല്ലാതെ പഠിപ്പിക്കുന്ന സ്ഥലമില്ല, അതുകൊണ്ട് അവിടെ പോയി അനുസരിച്ചു. ട്രൂലി സ്പീക്കിംഗ്, ഈ 21-ാം നൂറ്റാണ്ടിൽ കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിൽ ഉറച്ചു നിൽക്കുക. അടിമത്തത്തിന്റെ നുകത്തിന് കീഴിൽ വീണ്ടും നിങ്ങൾ അമരരുത്. ഇവിടെ അടിമത്തം എന്ന് പറഞ്ഞേക്കുന്നത് അന്നത്തെ അടിമ വ്യവസ്ഥിതിയല്ല. അതായത് ദൈവവചനത്തിൽ ഇല്ലാത്ത, അല്ലെ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഓൾ ടീച്ചിങ് ഇറ്റ് വിൽ ബ്രിങ് യു ടു സ്ലേവറി. ഇവിടെ അടിമത്തം എന്ന് പറഞ്ഞേക്കുന്നത് അത്രേ ഉള്ളൂ. വചനത്തിന്റെ സപ്പോർട്ട് ഇല്ലാത്ത എന്ത് പ്രാക്ടീസ് നമ്മുടെ കയ്യിലുണ്ടോ നമ്മൾ അടിമകളാണ്. യു ആർ സ്റ്റിൽ അണ്ടർ സ്ലേവറി. അടിമത്തത്തിന്റെ നുകത്തിന് കീഴിൽ വീണ്ടും നിങ്ങൾ അമരരുത്. പൗലോസായ ഞാൻ പറയുന്നു, പരിച്ഛേദനം സ്വീകരിക്കുന്നു എങ്കിൽ, പരിച്ഛേദനം ഒരു ബണ്ടിലാണ്. നോട്ട് ഓൺലി പരിച്ഛേദനം പ്രമാദമായിട്ടുള്ള ഓൾഡ് ടെസ്റ്റമെന്റ് ടീച്ചിങ്ങുകളാണ് പരിച്ഛേദനം, ദശാംശം, എന്തൊക്കെയാണ് ദിവസങ്ങൾ, കാലങ്ങൾ. കാരണം അവർക്ക് ഏഴാം മാസം 10-ാം ദിവസം അവർക്ക് മഹാപാപപരിഹാര ദിനമാണ്. അന്ന് ശാബത്താണ്, അന്ന് ഉപവസിച്ചേ പറ്റൂ, അന്ന് ഇത് ചെയ്തേ പറ്റൂ, അല്ലാത്തവൻ പുറന്തള്ളപ്പെടും. അപ്പൊ ഇവിടെ പരിച്ഛേദന സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും ഞാൻ തീർത്തു പറയുന്നു, നിയമം മുഴുവൻ പാലിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. അപ്പൊ നിയമം മുഴുവൻ പാലിക്കാൻ ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞാൽ അതർ വേർഡ്സ് എന്താ? അല്ല, മീൻസ് അവന് അല്ല 2:16 വായിച്ചു. ഗലേഷ്യൻസ് 2:16 പാലിക്കണം എന്നുള്ളതല്ല, ഇതിന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ സ്പിരിച്വൽ ഇമ്പോർട്ടൻസ്. 2:16 വായിച്ചു.
എന്നാലും യഹൂദ നിയമാനുഷ്ഠാനം വഴിയല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുക എന്ന് നമുക്കറിയാം. തന്മൂലം നിയമാനുഷ്ഠാനത്തിലൂടെ അല്ലാതെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെടാൻ വേണ്ടി നമ്മളും ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നു. കാരണം നിയമാനുഷ്ഠാനങ്ങൾ വഴി ആരും നീതീകരിക്കപ്പെടുന്നില്ല. അതെ, ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ഇഫ് യു ആർ ടേക്കിംഗ് എ പാർട്ട് ഫ്രം ദി ലോ, സേ ഫോർ എക്സാമ്പിൾ പരിച്ഛേദനം, അല്ലെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ ടൈത്തിങ്, ദശാംശം, ഇങ്ങനെ ഒത്തിരി കാര്യം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൽ നിന്ന് ഒരു കണിക പോലും എടുക്കാൻ നമുക്ക് റൈറ്റ് ഇല്ല. കണിക എടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം? മുഴുവൻ എടുക്കണം. മുഴുവൻ എടുത്ത കൺസിക്വൻസ് എന്താ? നിയമാനുഷ്ഠാനം വഴി ആരും ഒരു നാളും നീതീകരിക്കപ്പെട്ടിട്ടില്ല. നിയമാനുഷ്ഠാനം വഴി നീതീകരിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു മാത്രം. കാരണം നിയമാനുഷ്ഠാനം വഴിയല്ലേ, അല്ല നിയമം നിഷ്കർഷിക്കുന്ന നീതി അതിൻപടി നിറവേറ്റി നീതീകരിക്കപ്പെട്ട, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആത്മാവിൽ പൗത്രീകരിക്കപ്പെട്ട ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ നമ്മൾ നിയമം ഇപ്പൊ പരിച്ഛേദനത്തിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ദശാംശം കൊടുക്കണം എന്നുള്ള പഠിപ്പീരിലേക്ക് പോവുകയാണെങ്കിൽ ഒള്ളി സൊല്യൂഷൻ, രക്ഷപ്പെടാനുള്ള ഒള്ളി സൊല്യൂഷൻ എന്ന് പറയുന്നത് നിയമം മുഴുവൻ അനുസരിക്കണം. നിയമം മുഴുവൻ അനുസരിച്ച്, ബൈബിൾ പറയുന്നത് നിയമം മുഴുവൻ അനുസരിച്ച് ആരും ഒരു നാളും രക്ഷ പ്രാപിക്കത്തില്ല. അതുകൊണ്ടാണ് 5-ന്റെ അടുത്ത സെന്റൻസ് എടുക്കുമ്പോൾ നിയമം മുഴുവൻ പാലിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. 5:3, ഗലേഷ്യൻസ് 5:3. 4 നിയമത്താൽ നീതീകരിക്കപ്പെടാൻ ഒരുമ്പെടുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് കൃപ നഷ്ടപ്പെട്ടിരിക്കുന്നു. യു കനോട്ട് സെൻസ് ഇറ്റ്. ഇത് ആർക്കും, നിങ്ങൾ നിയമത്തിൽ എന്താ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കൃപ നഷ്ടപ്പെട്ടിരിക്കുന്നു, ദർ ഇസ് നോ അഡ്വർടൈസ്മെന്റ്. അത് ഫീൽ ചെയ്യത്തില്ല. കാരണം ഒരു നാൾ കൃപ അനുഭവിച്ച ഒരു വ്യക്തിയാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാന്നിരിക്കട്ടെ, പിന്നീട് ഇങ്ങനെയുള്ള ഈ നിയമത്തിലേക്ക് പോയി കഴിയുമ്പോൾ ദൈവത്തിന്റെ കണ്ടീഷൻ മാറ്റാൻ ആരും കൊണ്ടും പറ്റത്തില്ല. ദൈവത്തിന്റെ കണ്ടീഷൻ ഇതാണ്: നിയമത്തിൽ ഒരു പാർട്ട് അനുസരിക്കുകയാണെങ്കിൽ മുഴുവൻ അനുസരിക്കണം. ആൻഡ് ദി സെയിം വേർഡ് സേസ്, നിയമത്തിൽ മുഴുവൻ അനുസരിച്ചിട്ട് ഒരു വ്യക്തിക്ക് പോലും ഒരിക്കലും നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുകൊണ്ടാണ് പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത്, നിയമത്തിന്റെ കുറേയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് they are not Christians. അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. they are not Christians. അവർ ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. അവര് ദൈവത്തിന്റെ കൃപയിൽ നിന്ന് കൃപ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ രീതിയിലൊന്നും നമ്മൾ ഡോക്ടറിന്റെ ഗൗരവങ്ങൾ എടുക്കാറില്ല. ശരി, അവർ ദശാംശം കൊടുക്കുന്ന പഠിപ്പിക്കുന്നത്, എല്ലാവരും കൊടുക്കുന്ന പഠിപ്പിക്കുന്നത്. നമ്മുടെ സൈഡിൽ നിന്ന് ഇത്രയും പറയും, എല്ലാവർക്കും പൈസ ഉണ്ടാക്കണം എന്നുള്ളതല്ലേ ഉള്ളൂ, അത് പൈസ ഉണ്ടാക്കുന്ന കാര്യം വന്നപ്പോൾ അത് പഠിപ്പിക്കുന്നു. വി ആർ നോട്ട് ലീസ്റ്റ് ബോതേർഡ് അബൌട്ട് ഇറ്റ്. നമ്മൾ അറിയുന്നില്ല അവര് കൃപ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അവർ ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കാം. അത് ഗ്രഹിക്കാൻ പറ്റാത്തതിന്റെ ഒരു റീസൺ, ഒരു കത്തോലിക്ക ഭക്തൻ ഒരിക്കലും അവർ വിചാരിക്കുന്നില്ല അവർ ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവരാണ്. ആണോ? ഒരിക്കലും ഇല്ല. ഞാൻ തന്നെ ഒരു കത്തോലിക്കനായിരുന്നു. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ ക്രിസ്തുവിൽ നിന്ന് അന്യനാണ്. ബട്ട് നൗ ഐ നോ, അന്ന് മരിച്ചിരുന്നെങ്കിൽ ഞാൻ നരകസന്തതി ആകുമായിരുന്നു. അന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ഇന്ന് എനിക്കറിയാം. അപ്പൊ ഈ ക്രിസ്തുവിൽ നിന്ന് ഈ വിശ്വാസി, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ദശാംശം കൊടുത്തു പോകുന്നവൻ ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവനാണെന്ന് അവനെ അറിയില്ല. ഒരു കത്തോലിക്കന് അറിയില്ല, ഒരു യാക്കോബക്കാരൻ അറിയില്ല, ഒരു മാർത്തോമക്കാരൻ അറിയില്ലാത്തതുപോലെ തന്നെ ഒരു പെന്തിക്കോസുകാരനും അറിയില്ല. ദശാംശം കൊടുക്കുകയും കൊടുക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പെന്തിക്കോസുകാരൻ, അല്ലെ ഒരു ബ്രദറൻകാരൻ, അല്ലെ ഒരു വിശ്വാസി ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവനാണെന്ന് അവനോട് 1000 പേര് പറഞ്ഞാലും അവന്റെ തലയിൽ കയറത്തില്ല. ഒരു കത്തോലിക്കന്റെ തലയിൽ കയറാത്ത പോലെ, ഒരു യാക്കോബക്കാരന്റെ തലയിൽ കയറാത്തതുപോലെ. കാരണം ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നിയമത്തിലേക്ക് വീണ്ടും പോകാൻ വേണ്ടിയിട്ടല്ല കർത്താവ് പാടുപെട്ട് മരിച്ചത്. അപ്പൊ ഇവൻ ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് കൃപ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഇതെല്ലാം ചിന്തിക്കുന്നത് ഹൗ മച്ച് വി മസ്റ്റ് ബി പ്യുവർ ഇൻ ഡോക്ട്രിൻ, അല്ലെ ഡോക്ട്രിനൽ പ്യൂരിറ്റി, അല്ലെ ദൈവവചനം പഠിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു നോളജ്. അല്ലെ നോക്ക്, ഇപ്പം എക്സ്റ്റേണൽ ആയിട്ടുള്ള ടീച്ചിങ്ങൾ പഠിപ്പിക്കുന്നത് നോക്ക്. ചിലര് വെള്ള വസ്ത്രം ധരിക്കാവുള്ളൂ എന്ന് പഠിപ്പിക്കും. ചിലര് ഇങ്ങനെ, ഞാൻ കേട്ടിട്ടുണ്ട്, സ്നാനപ്പെടുമ്പോൾ വെള്ള വസ്ത്രം ധരിക്കണം, അത് കഴിഞ്ഞിട്ട് അത് ഊരി വയ്ക്കും. ഇങ്ങനെ ഇല്ലാത്ത ടീച്ചിങ്ങൾ. ഒരിക്കൽ തന്നെ ഞാൻ തന്നെ പോയൊരു സഭയിൽ ഒരു പാസ്റ്റർ പ്രസംഗിച്ചു, നിങ്ങൾ ചർച്ചിൽ ആരാധനയ്ക്ക് വരുമ്പോൾ എല്ലാവരും രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് വരണം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആ പാസ്റ്ററോട് ചോദിച്ചു, എന്താ വാട്ട് ഈസ് ദി ബേസിസ്? അല്ല, ഇങ്ങനെ എല്ലാവരും കുളിച്ച് വൃത്തിയായിട്ട്, കുളിച്ചൊക്കെ ഉഷാറായിട്ട് വന്നാൽ നല്ല ഉഷാറായിട്ട് ആരാധിക്കാൻ പറ്റുന്ന ദാറ്റ് ഇസ് ജസ്റ്റിഫിക്കേഷൻ. വേറൊരു ജസ്റ്റിഫിക്കേഷനും ഇല്ല. വേറൊരാൾ ഒരിക്കൽ പ്രസംഗിച്ചു, ഇത് എൻ്റെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻസാണ്. ഞാൻ പറഞ്ഞു, ഈ വചനവിരുദ്ധമായിട്ട് വചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പ്രസംഗിക്കുന്ന കാര്യം. ഒരാൾ പ്രസംഗിച്ചു, മോശയുടെ വടി തറയിലേക്ക് ഇട്ടപ്പോൾ പാമ്പായി. അത് കഴിഞ്ഞ് അതിൻ്റെ വാലെ പിടിച്ചെടുത്തു, അപ്പോൾ വീണ്ടും വടിയായി. അപ്പോൾ അദ്ദേഹം പറയാണ്, ആദ്യം കൈപിടിയായിരുന്ന സ്ഥലം
പിന്നീട് അതിന്റെ ഓപ്പോസിറ്റായി, പിന്നീട് അതിന്റെ അടിയിൽ കുത്തിക്കൊണ്ടിരുന്ന സ്ഥലം പിന്നീട് മുകളിൽ വന്നു. ഞാൻ ചോദിച്ചത് എങ്ങനെ പറയാൻ പറ്റും? പിന്നീട് ഇത് കഴിഞ്ഞപ്പോൾ പബ്ലിക്കായിട്ടല്ല, പേഴ്സണലി ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, വടി പാമ്പായി, മോശ വാലെ പിടിച്ചെടുത്തത്. അപ്പോൾ പാമ്പ് പോയപ്പോൾ കയ്യെ പിടിച്ചിരുന്ന സ്ഥലമാണ് തലയായിട്ട് പോയത്. പിന്നെ വാലെ പിടിച്ച് പൊക്കിയപ്പോൾ ആ വാലെ പിടിച്ച സ്ഥലം കൈപിടിയായിട്ട് മാറി. അതാണ് അതിൻ്റെ റീസൺ. ഇങ്ങനെ അതായത് യാതൊരു സെൻസും ഇല്ലാത്ത പോലെ, ബൈബിളിൽ ഒരു അടിസ്ഥാനം ഇല്ലാത്ത പോലെ എന്ത് പ്രസംഗിച്ചാലും എന്ത് കേട്ടാലും ആൾക്കാർക്ക് അബ്സല്യൂട്ട്ലി ഒരു പ്രശ്നമില്ല. പറഞ്ഞ കുറെ എക്സാമ്പിളുകൾ ഞാൻ പറയുന്ന ആരെയും എന്താ പറയുന്നത് ചെറുതാക്കാനോ വലുതാക്കാനോ വേണ്ടിയിട്ടല്ല, നമ്മൾ ഡോക്ടറിനൽ പ്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ. അപ്പോൾ വേറൊരു പ്രസംഗക്കാരനോട് ഞാൻ ചോദിച്ചു, അപ്പം അങ്ങനെ പ്രസംഗിച്ച് പറഞ്ഞു ആണുങ്ങൾ രക്ഷിക്കപ്പെട്ടവരാരും മീശ വെക്കാൻ പാടില്ല, മീശ വെക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഇതിൻ്റെ, അത് കഴിഞ്ഞിട്ട് പേഴ്സണലായിട്ട് ചോദിച്ചു ഇതിൻ്റെ സപ്പോർട്ടിങ് സ്ക്രിപ്ചർ ഏതാ, കേട്ടോ വായിച്ചിട്ടില്ലേ? അപ്പം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു ഫസ്റ്റ് തിമോത്തിയിൽ, അല്ല സെക്കൻഡ് തിമോത്തിയിൽ, ഫസ്റ്റ് തിമോത്തിയോ സെക്കൻഡ് തിമോത്തിയോ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിൻ്റെ വകയായിട്ടുള്ളവയെ നീ ഇവയെല്ലാം വിട്ട് ഓടുക എന്ന് എഴുതിയിട്ടുണ്ട്. നീ ഇവയെല്ലാം വിട്ട് ഓടുക എന്ന് പറഞ്ഞേക്കുന്നതിനകത്ത് ഈ മീശയുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് എഴുതിയിട്ടില്ല എന്നുള്ളൂ, പക്ഷെ നീ ഇവയെല്ലാം വിട്ട് ഓടുക എന്ന് പറഞ്ഞേക്കുന്ന കൂട്ടത്തിൽ അതൊക്കെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ആ ലിമിറ്റിനകത്ത് നിന്നാൽ മാത്രമേ നമ്മൾ സത്യത്തിലായിരിക്കത്തുള്ളൂ. ഈ ഡോക്ടറിനൽ പ്യൂരിറ്റി ഇല്ല എങ്കിൽ നമ്മളറിയില്ല. മരിച്ച് കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു വലിയ കൂട്ടമുണ്ട്, നമുക്കറിയാവുന്ന കാര്യം കർത്താവ് പറയുന്നുണ്ട്. കർത്താവിൻ്റെ അടുത്ത് നിന്ന് അവരെന്താ പറയുന്നത്? ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കിയിട്ടുണ്ട്, പല വൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പ്രവചിച്ചിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ അറിയില്ല. അപ്പം നമ്മൾ ഈ കൂട്ടത്തിൽ പെടാതിരിക്കണമെങ്കിൽ, അപ്പൊ ദർ ഈസ് എ ലാർജ് കമ്മ്യൂണിറ്റി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും. അവർ വിചാരിച്ചിരിക്കുന്നത് എന്താ? മരിച്ചു കഴിഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമെന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അറിയും ഇറ്റ് ഈസ് ടോട്ടലി ദേ വിൽ ബി ഡിസപ്പോയിന്റഡ്. ഈ പ്രോവേർബ്സ് 30:12 വായിക്കുമ്പോൾ ഓൾറെഡി അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച്. 30:12 വായിക്കുമ്പോൾ, സ്വന്തം ദൃഷ്ടിയിൽ പരിശുദ്ധരെങ്കിലും തങ്ങളുടെ മാലിന്യം കഴുകി കളഞ്ഞിട്ടില്ലാത്ത ഒരു കൂട്ടരുണ്ട്. അതെ, സ്വന്തം ദൃഷ്ടിയിൽ എങ്ങനെയാണ്? മീൻസ് അവർ രക്ഷിക്കപ്പെട്ടവരാണ്, സ്വർഗത്തിന് അവകാശികളാണ്, പക്ഷേ അവരുടെ മാലിന്യം സ്റ്റിൽ സ്റ്റേയിങ് വിത്ത് ദം. അവർ പ്യൂരിഫൈഡ് ആയിട്ടില്ല, വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണത്തില്ല. അപ്പൊ ഇതിൽ നോക്ക്, ഈ അലക്സാണ്ടറും ഹിമനിയോസും അവര് വിശ്വാസികളായിരുന്നു. അവര് മനസാക്ഷിയെ തള്ളിക്കളഞ്ഞപ്പോൾ, മനസാക്ഷി ഇല്ലാതെ ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കല്ല, അവർ അവിശ്വാസികളായി തീർന്നു, നല്ല വിശ്വാസ ഗോളത്തിൽ നിന്ന് പുറത്തായി. അപ്പൊ നോക്കാം, അവരെ സംബന്ധിച്ച് എറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. എറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷനിൽ പോള് പറഞ്ഞേക്കുന്നു അവരുടെ വിശ്വാസ കപ്പൽ അല്ലെങ്കിൽ വിശ്വാസ ഒരു കപ്പലിനോട് ഉപമിച്ചിട്ട് കപ്പൽ തകർന്നു പോയി എന്ന് പറഞ്ഞാൽ നോ മോർ കപ്പൽ, അവരുടെ വിശ്വാസം ഇല്ലാതായി. 6ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു സയൻസിന്റെ ഒപ്പോസിഷൻസ് വിശ്വസിച്ചിട്ട് കുറെ പേര് വിശ്വാസത്തിൽ നിന്ന് പോയി. തീത്തോസിൽ നമ്മൾ കണ്ടു പരിച്ഛേദനവാദികൾ അവർ അനേകം കുടുംബങ്ങളെ തകിടം മറിച്ചു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ആക്യുറേറ്റ് വേദജ്ഞരാരോ ആകാനോ പണ്ഡിതരാകാനോ അല്ല ഈ അപ്പസ്തോലന്മാര് ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷം അല്ലെ അപ്പസ്തോലന്മാർ പ്രസംഗിച്ച സുവിശേഷത്തെ കുറിച്ച് വ്യക്തമായിട്ട് ശുദ്ധമായിട്ട് സംശുദ്ധമായിട്ട് പരിശുദ്ധമായിട്ടുള്ള ആ സുവിശേഷത്തെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ഞായറാഴ്ച ആരാധനയ്ക്ക് പോയി ബൈബിൾ അടച്ചു വെച്ചു പിന്നെ ജീവിച്ചു, ഗോയിങ് ടു ലൂസ് എറ്റേണിറ്റി. കാരണം ദൈവത്തിന്റെ വചനത്തില് പല ടൈപ്പ് ആൾക്കാർ, കുറെ ആൾക്കാർ ബൈബിൾ പഠിക്കണം, കുറെ ആൾക്കാർ പഠിക്കണ്ടെന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടില്ല. എവരിബഡി ഷുഡ് കം ടു ദി നോളജ്. ഈ എഫെസ്യ ലേഖനം 4ാം അധ്യായം എടുക്കുമ്പോൾ അതിന്റെ 11 തുടങ്ങി വായിക്കുമ്പോൾ അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരാകാനും ചിലർക്ക് പ്രവാചകരാകാനും ചിലർക്ക് സുവിശേഷ പ്രഘോഷകരാകാനും ചിലർക്ക് ഇടയന്മാരാകാനും ചിലർക്ക് അധ്യാപകരാകാനും വരങ്ങൾ നൽകി, ക്രിസ്തുവിന്റെ ശരീരം കെട്ടിപ്പടുക്കുക എന്ന ശുശ്രൂഷയ്ക്ക് വിശുദ്ധരെ ഒരുക്കാനായിരുന്നു ഇത്. അങ്ങനെ നാം എല്ലാവരും വിശ്വാസത്തിലുള്ള ഐക്യം നേടി ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ച് ക്രിസ്തുവിന്റെ പരിപൂർണതയിൽ എത്തി പക്വത ആർജിക്കും വരെ ഇത് തുടരും. അപ്പൊ ആരൊക്കെയാണ് ഈ പറഞ്ഞേക്കുന്ന 5 ശുശ്രൂഷകരാണോ? അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, ഇടയന്മാര്, അവരെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? നോ. അതിന്റെ 13ാം സെന്റൻസിൽ
ബാബു ശ്രദ്ധിച്ചു നോക്കി ആരൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത്? അങ്ങനെ നാം എല്ലാവരും ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ച് ക്രിസ്തുവിന്റെ പരിപൂർണതയിലെത്തി പക്വത ആർജിച്ചേ പറ്റൂ. അതിനുള്ളൊരു ഹെൽപ്പിംഗ് എയ്ഡ്സ് ആയിട്ടാണ്, സഹായ ഹസ്തങ്ങളായിട്ടാണ് അപ്പസ്തോലന്മാരെ, പ്രവാചകന്മാരെ, ശുശ്രൂഷകരെ, ഇടയന്മാരെ, ടീച്ചേഴ്സിനെയൊക്കെ സഭയിൽ വെച്ചേക്കുന്നത്. ഗോൾ എന്താ? ഈ ഗോൾ അറ്റൈൻ ചെയ്തിട്ട് നമ്മൾ നഷ്ടപ്പെട്ടു പോകും. ഗോൾ ഇതാണ്: നാം എല്ലാവരും ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ച് നാം എല്ലാവരും പക്വതയിലെത്തി നാം എല്ലാവരും പക്വത ആർജിക്കും വരെ തുടരും. അങ്ങനെ ആയാൽ മനുഷ്യരുടെ വക്രബുദ്ധി, വഞ്ചന നിറഞ്ഞ കുതന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുന്ന ഓരോരോ തത്വങ്ങളുടെ കാറ്റിൽപ്പെട്ട് കുട്ടികളെ പോലെ നാം ആടി ഉലയുകയില്ല. അപ്പൊ ഇത് ഇന്നുണ്ട്, അന്നത്തെ കാലത്തുകൊണ്ട് ഇന്നുണ്ട്. എന്തൊക്കെയുണ്ട്? മനുഷ്യരുടെ വക്രബുദ്ധി, വഞ്ചന നിറഞ്ഞ കുതന്ത്രങ്ങൾ. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ദർ ഇസ് നോ അതർ വേ. നാം എല്ലാവരും ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ചേ പറ്റൂ. നമ്മളൊന്ന് ഇൻട്രോസ്പെക്ട് ചെയ്താൽ മതി, നമുക്ക് എത്രത്തോളം ഈ കാര്യത്തിൽ താല്പര്യമുണ്ട്. ഈ കാര്യത്തിൽ താല്പര്യം ഇല്ല എങ്കിൽ കൺസീക്വൻസ് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇതാ ഈ എഴുതിയേക്കുന്ന കാര്യങ്ങൾ. മനുഷ്യരുടെ വഞ്ചന കുതന്ത്രങ്ങളിൽ പെട്ട് നമ്മൾ നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തില് ഇത് എസെൻഷ്യൽ ആയിട്ട്, അല്ലെങ്കിൽ ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു ആഫ്റ്റർ തോട്ട് അല്ല. ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ച് പക്വതയിലെത്തി പരിജ്ഞാനത്തിലെത്തി ക്രിസ്തുവിന്റെ തലയോളം വളരുക എന്നുള്ളത് നമുക്ക് രക്ഷിക്കപ്പെട്ടു. ഇനി അത് താല്പര്യമുള്ളവരൊക്കെ അതിലെത്തുക, താല്പര്യമില്ലാത്തവർ അതിൽ താല്പര്യം എടുക്കേണ്ടെന്നല്ല. ഇതിൽ താല്പര്യം എടുത്ത് ഈ ലെവലിൽ എത്തിയില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ദൈവവചനമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തത്. കൊളോസ്യ ലേഖനം എടുക്കുമ്പോൾ കൊളോഷ്യൻസ് 1:28 അതിന്റെ 27 തുടങ്ങി വായിക്കുമ്പോൾ, 26 തുടങ്ങി വായിക്കുമ്പോൾ ഒന്ന് വായിക്കും. ഈ വചനം യുഗങ്ങളിലും തലമുറകളിലും നിഗൂഢ വിശുദ്ധർക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഈ രഹസ്യത്തിന്റെ മഹിമാതിരേകം വിജാതീയരിൽ എത്രമാത്രം എന്ന് വിശുദ്ധരെ അറിയിക്കാൻ അവൻ തിരുമനസ്സായി. ഈ രഹസ്യം നിങ്ങളിലെ ക്രിസ്തുവാണ്, മഹത്വത്തിന്റെ പ്രത്യാശയാണ്. അവനെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. ഞങ്ങൾ എല്ലാവർക്കും താക്കീത് നൽകുകയും സർവ്വവിജ്ഞാനവും ഉപയോഗിച്ച് എല്ലാവരെയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. സർവ്വവിജ്ഞാനം ഉപയോഗിച്ച് എല്ലാവരെയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഓരോരുത്തരെയും, കുറച്ചുപേരെയല്ല, ആ കൊളോസ്യ സഭയിലുള്ള 90% ആൾക്കാരെ അല്ല, ഇത് ഓരോരുത്തരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാനാണ്. അപ്പൊ ഇതില് ഇവിടെ പൗലോസ് പറയുന്നത് സർവ്വവിജ്ഞാനം ഉപയോഗിച്ച് കുറച്ചുപേരെയാണോ? എല്ലാവരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരായിട്ട് ദൈവത്തിന് സമർപ്പിക്കാനാണ്. അപ്പൊ ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചില്ലെങ്കിൽ അൺടൈംലി ഡെത്തായി പോകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, പോൾ പറയുകയാണ് സർവ്വവിജ്ഞാനം ഉപയോഗിച്ച് എല്ലാവരെയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പോളിന്റെ തീക്ഷ്ണത നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തു ഇതിൽ എഴുതിയേക്കുന്ന ഇതിനാണ് ഞാൻ അധ്വാനിക്കുന്നത്, അവൻ എന്നിൽ ഉത്കടമായി ഉണർത്തുന്ന ശക്തിയോടെ ഞാൻ യത്നിക്കുന്നു. ഉത്കടമായി ഉണർത്തുന്ന ശക്തിയോടെ യത്നിക്കുന്നു. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പോളിന്റെ ആ ഏണസ്റ്റ്നെസ്, അല്ലെങ്കിൽ എന്താ, സർവ്വവിജ്ഞാനം ഉപയോഗിച്ച് എല്ലാവരെയും പഠിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ട്? എല്ലാവരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരായിട്ട് സമർപ്പിക്കാം. അപ്പോൾ അതിന് ഇപ്പൊ നമ്മുടെ തന്നെ ജീവിതം എടുത്ത് നോക്കിയോ. നമുക്ക് എങ്ങനെയാ ആ പഠിപ്പിക്കുന്ന പൗലോസ് ഉണ്ടെങ്കിൽ പഠിക്കുന്ന ഒരു കൂട്ടാന്നുണ്ടായിരുന്നു. ഇപ്പൊ കൊളോഷ്യൻസ് 1:6 വായിക്കുമ്പോൾ എന്റെ 7ാം സെന്റൻസിൽ വായിക്കും, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുജോലിക്കാരനായ എപ്പഫ്രാസിൽ നിന്നാണ് നിങ്ങൾ ആദ്യമായി സുവിശേഷം പഠിച്ചത്. അപ്പൊ അവിടെ ദി ഏർലി ചർച്ച് വാസ് ഫിൽഡ് വിത്ത് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അവർ പറയണം, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുജോലിക്കാരനായ എപ്പഫ്രാസിൽ നിന്നാണ് നിങ്ങൾ ആദ്യമായിട്ട് സുവിശേഷം കേട്ടതെന്നല്ല, പഠിച്ചത്. അപ്പൊ ഈ പഠനം അന്ന് അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ നിലനിന്നത്. ഇന്ന് പഠനം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ക്രിസ്ത്യാനിറ്റിയുടെ എല്ലാ വൈപരീത്യങ്ങൾക്കും, അല്ലെങ്കിൽ എല്ലാ അബറേഷൻസിനും, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും, എല്ലാ വിഘടനവാദങ്ങൾക്കും റീസൺ ഈ ദൈവത്തിന്റെ വചനം പഠിക്കാത്തതുകൊണ്ടാണ്. നോക്ക്, ഇസ്രായേൽ ആദ്യമായിട്ട് രാജാവിനെ കൊടുത്തപ്പോൾ രാജാവാകാനായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ നിഷ്കർഷിച്ചിരുന്ന കണ്ടീഷനിൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ രാജാവ് എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനം
എല്ലാ ദിവസവും ഡെയിലി നോക്ക്. ഇസ്രായേലിന്റെ രാജാവ് മസ്റ്റ് ബി ഡിഫറെന്റ്. ബാക്കിയുള്ള രാജാക്കന്മാരാണെങ്കിൽ എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനം പഠിക്കുമല്ല, പല രാജ്യകാര്യങ്ങൾ നോക്കുക. ഇന്നുള്ള പല സഭാ ശുശ്രൂഷകർക്ക് പോലും ഡെയിലി ദൈവത്തിന്റെ വചനം പഠിക്കാൻ സമയമില്ല. അപ്പൊ ദൈവത്തിന്റെ വചനം അങ്ങനെ ദിവസവും സദാ ഡെയിലി പഠിച്ചാൽ എന്ത് സംഭവിക്കില്ല എന്നാവോ നിയമത്തിൽ പറഞ്ഞിരുന്നു പറയാം. അതായത് അഹങ്കാരം ഇച്ചിരിയുടെ പറഞ്ഞാല്, അതെ, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് രാജാവിന് ഒരിക്കലും തോന്നില്ല. നമുക്ക് ഇന്ന് ഈ ക്രിസ്ത്യ ഗോളം വന്നപ്പോൾ ഇതിനകത്ത് സഭാ ശുശ്രൂഷകര്, ദൈവത്തിന്റെ ശ്രേഷ്ഠദാസന്മാര്, അല്ലെങ്കിൽ അഭിഷിക്തരായിട്ടുള്ള ദൈവദാസന്മാര്. അഭിഷിക്തരായിട്ടുള്ള ദൈവദാസന്മാരെന്ന് പറയുമ്പോൾ അടിയിലിരിക്കുന്നവർ അവരല്ല, ഡിഫറൻഷിയേറ്റ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. അപ്പൊ ഇതിന്റെ എല്ലാ റീസൺ ദൈവവചനത്തിൽ നിന്ന് പോയതുകൊണ്ട് പൗലോസും അപ്പോളോസും അവരൊക്കെ പറഞ്ഞു, ആരാണ് പൗലോസ്, ആരാണ് അപ്പോളോസ്? നിങ്ങളെ ക്രിസ്തുവിലോട്ട് നയിച്ച കേവലം ദാസന്മാര് മാത്രം. ഓരോരുത്തരും അവനവന് ചെയ്ത കൂലി അവനവന് കിട്ടിക്കോളും, അല്ലാതെ ആരും ആരേക്കാൾ വലിയവരല്ല. നമുക്ക് പത്രോസ് സഭയുടെ ഹെഡായിരുന്നു, അങ്ങനെയെല്ലാം നമ്മൾ പഠിപ്പീരുകൾ കേട്ടേക്കുന്നത്. എന്നാൽ പത്രോസ് അന്ത്യോക്യയിൽ വന്നപ്പോൾ പൗലോസ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഫയർ ചെയ്യുന്ന നമ്മൾ കാണുന്നത്. ഇനി പത്രോസ് തന്നെ പത്രോസിനെ കുറിച്ച് എന്താ പറയുന്നത്? ഞാൻ നിങ്ങളുടെ ഒരു ഫെലോ എൽഡർ, ഒരു കൂട്ട് മൂപ്പൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഈ ദൈവവചനം ധ്യാനിക്കാത്തവർക്കാണ് എന്തുണ്ടാകാനുള്ള ടെൻഡൻസി കൂടുതൽ? അഹങ്കാരം ഉണ്ടാകാനുള്ള ടെൻഡൻസി. അല്ല, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് തോന്നാനുള്ളതിന്റെ റീസൺ ദൈവവചനം പഠിക്കാത്തതുകൊണ്ട്. ദൈവവചനം പഠിക്കുമ്പോൾ ദൈവവചനത്തിൽ നിറഞ്ഞിരിക്കുന്ന പേഴ്സണാലിറ്റി കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവവചനം പഠിക്കുമ്പോൾ കർത്താവിനെ മുഖാമുഖം കാണും. കർത്താവിന്റെ മുഖത്തോട്ട് നോക്കിയിട്ടുള്ള ഒരു മനുഷ്യന് ഒരിക്കലും അഹങ്കാരം ഉണ്ടാകത്തില്ല. ആർക്ക് അഹങ്കാരം ഉണ്ടാകുന്ന അവർ കർത്താവിനെ കണ്ടിട്ടില്ല. കർത്താവിനെ കണ്ടിട്ടുള്ളവര് അവർക്ക് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടാകാൻ പറ്റത്തില്ല. ക്രൂശിതനായിട്ടുള്ള കർത്താവ്, വേദന ഏൽക്കുന്ന കർത്താവ്, ദൈവത്തിന്റെ പുത്രൻ കുരിശിൽ കിടന്നുകൊണ്ട് നിസ്സഹായനായിട്ട് എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ന് ചോദിക്കുന്ന കർത്താവിനെ കണ്ടിട്ടുള്ള മനുഷ്യന് അഹങ്കാരത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാകത്തില്ല. അപ്പൊ കർത്താവിനെ കാണണമെങ്കിൽ യു ഹാവ് ടു മെഡിറ്റേറ്റ് ദി വേർഡ് ഡേ ആൻഡ് നൈറ്റ്. ദൈവത്തിന്റെ വചനം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും മറ്റൊരാളെക്കാൾ നമ്മൾ വലുതാണെന്ന് ഒരിക്കലും തോന്നുന്ന ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ലെറ്റ് us come back to 1 Timothy. നമ്മൾ ചിന്തിച്ചതെല്ലാം ഡോക്ട്രിനൽ പ്യൂരിറ്റിയെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡോക്ട്രിനൽ പ്യൂരിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ഇച്ചിരിയും കൂട്ടി ചേർത്താലും കുറച്ചാലും ഒന്നൊരു പ്രശ്നം ഇല്ല എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അവര് നിയമത്താൽ നീതീകരിക്കപ്പെടാൻ, അല്ലെങ്കിൽ നിയമത്തിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഒന്നുകിൽ അത് ഫുൾ അനുസരിക്കണം, അങ്ങനെ അനുസരിച്ച് നീതീകരിക്കപ്പെടുക അസാധ്യം. അവർ ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു, കൃപയിൽ നിന്ന് അവര് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ആ കാര്യം നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യം. 1 Timothy 1 മടങ്ങി വരുമ്പോൾ ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നപ്പോൾ അവിടെ എക്സാമ്പിൾ ആയിട്ട് പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഈ സ്പെക്കുലേറ്റീവ് ഡോക്ട്രിൻസ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സ്പെക്കുലേറ്റീവ് ഡോക്ട്രിൻസ് ഒന്നുമില്ല. പക്ഷെ ഈ ഓൾഡ് ടെസ്റ്റാമെന്റിന്റെ ഇൻഫ്ലുവൻസ് ഒത്തിരി ന്യൂ ടെസ്റ്റാമെന്റ് ചർച്ചസിലുണ്ട്. അത് നമ്മുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ കാത്തു സൂക്ഷിക്കുക. കാരണം ലോകത്തെ മുഴുവൻ നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ എന്നിട്ട് ഇവിടെ പോൾ പറയാണ് 1:7 സെന്റൻസ് വായിക്കുമ്പോൾ, അവർ വേദനരാകാൻ ഭാവിക്കുന്നു, ഇവർ തങ്ങൾ പറയുന്നത് എന്താണെന്നോ തങ്ങളുടെ ജൽപ്പനങ്ങളുടെ അർത്ഥം എന്താണെന്നോ മനസ്സിലാക്കുന്നില്ല. കാരണം അവർ ട്രൈ ചെയ്യുന്നത് വീണ്ടും നിയമത്തിലേക്ക് പോകാൻ, നിയമത്തിനാകാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്തിനു വേണ്ടിയാണ് പറയുന്നതെന്ന് അറിയത്തില്ല, ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയത്തില്ല. നിയമത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് പ്രസംഗിക്കും. അല്ലെങ്കിൽ അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്, മലാക്കിയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഐസയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ജെറമിയയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്നാൽ ഇതാണ് ബൈബിളിനെ കുറിച്ച് ഒരു കറക്റ്റ് ഡോക്ട്രിനൽ നോളജ് സമ്പാദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റൂ. കാരണം നിയമപുസ്തകങ്ങൾ എന്ന് പറയുന്നത് പ്രിഡോമിനന്റ്ലി ഈ ആദ്യത്തെ 5 എന്ന് പറഞ്ഞാലും ഉൽപ്പത്തിയിൽ ഒരു നിയമമില്ല. ഈ 4 പുസ്തകങ്ങൾ നിയമപുസ്തകങ്ങൾ. പക്ഷെ ഈ മലാക്കി വരെയുള്ള പുസ്തകങ്ങളുടെ മേലെ എല്ലാം അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്താണ്. എന്നാൽ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് ബാധകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ദാനിയേൽ പ്രവചനം പൂർത്തിയായിട്ടില്ല. ദാനിയേൽ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന വിനാശത്തിന്റെ മ്ലേച്ഛത നിൽക്കരുതാത്തടത്ത് നിൽക്കുന്നത് കാണുമ്പോൾ യൂദായിലുള്ളവൻ മലകളിലേക്ക് ഓടട്ടെ പൂർത്തിയായിട്ടില്ല. ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച വിനാശത്തിന്റെ മ്ലേച്ഛത എന്താണെന്ന് പൊതുവെ നമുക്കറിയത്തില്ല. ഇതിന്റെ എല്ലാം നമ്മൾ പറയുന്നതിന്റെ സാരം ഇതേ ഉള്ളൂ. ഡോക്ട്രിനലി നമ്മൾ പ്യൂരിഫൈഡ് ആയിരിക്കണം. കറക്റ്റായിട്ട് നമ്മൾ നിയമത്തെ കൈകാര്യം ചെയ്യണം. എന്നിട്ട് പോൾ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ മതി, നിയമത്തെക്കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ട നോളജ്. 8 സെന്റൻസിൽ ശരിയായി പ്രയോഗിച്ചാൽ നിയമം ഉപകാരപ്രദമാണ് എന്ന് നമുക്ക് അറിയാം.
അപ്പൊ നമ്മളെ സംബന്ധിച്ച് ശരി നിയമം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നിയമം നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞാൽ എന്ത് പറ്റും? ഇവിടെ പോള് പറയുന്നത് ശരിയായിട്ട് ഉപയോഗിച്ചാൽ നിയമം കൊണ്ട് എന്തുണ്ട്? ഒത്തിരി ഉപകാരമുണ്ട്. അപ്പൊ നമ്മൾ നിയമം അപ്പാടെ തള്ളിക്കളഞ്ഞാൽ നമ്മൾ നഷ്ടക്കാരായിത്തീരും. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് വി ഷുഡ് ലേൺ കറക്റ്റ്ലി, എന്ത് പറയുന്നത്, കറക്റ്റായിട്ട് നിയമത്തിന്റെ വചനം ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ എല്ലാവരും പഠിച്ചേ പറ്റും. അതുകൊണ്ടാണ് സത്യത്തിന്റെ വചനത്തെ ആക്യുറേറ്റ് ആയിട്ട് പഠിച്ച് നിയമത്തിന് ഉപകാരങ്ങളുണ്ട്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി, നിയമത്തിന്റെ യൂസ് ചെയ്യാൻ പറയാം, രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി, ആ ആൾക്ക് യാതൊരു നിയമവും ഇല്ല, യാതൊരു ഡിസിപ്ലിനും ഇല്ല, ആത്മാവിനാൽ നയിക്കപ്പെടുന്നുമില്ല, ഒന്നുമില്ല, ടോട്ടലി ജഡികനായിട്ടുള്ള ഒരു വ്യക്തിയെ രക്ഷിക്കപ്പെടുന്നു. നമ്മൾ 1 Peter 2 വായിക്കുന്നുണ്ട്. അയാൾ സകല വഞ്ചനയും സകല കാപട്യവും സകല ദുഷ്ടതയും സകല വ്യാജഭാവവും സകല നുണയും. അപ്പൊ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ടോട്ടലി ജഡികനാണ്. ഈ ജഡികനായിട്ടുള്ള വ്യക്തി, ഇന്ന് ക്രിസ്ത്യ വളർത്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ദുഃഖകരനെ പറയാൻ പറ്റത്തുള്ളൂ, പക്ഷെ നോബഡി ക്യാൻ ഹെൽപ്പ്. കാരണം ഈ വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നാൽ ഇതിന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആകെ കേട്ടേക്കുന്ന കാര്യം, നിയമം എല്ലാം കർത്താവായ യേശു ക്രിസ്തു വരെയായിരുന്നു, ഇന്ന് നിയമമില്ല. അപ്പൊ ഈ ആൾ ടോട്ടലി ജഡികനാണ്, ടോട്ടലി എന്താ പറയുന്നത്, യാതൊരു ക്രിസ്തീയ ഗുണങ്ങളും ഇല്ലാത്ത വ്യക്തി. കാരണം രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ പൈതലായിരിക്കാല് ശിശു എല്ലാത്തിനും അവകാശിയാണ്, പക്ഷെ അടിമയിൽ നിന്ന് ഒരു വ്യത്യാസമില്ലാത്ത, ടോട്ടലി എല്ലാത്തിൻ്റെ സ്ലേവ് ആണ്. കോപത്തിന്റെ അടിമയാണ്, ക്രോധത്തിന്റെ അടിമയാണ്, ദ്രവ്യാഗ്രഹത്തിന്റെ അടിമയാണ്. ഈ കണ്ടീഷനിൽ ഇരിക്കുന്ന വ്യക്തി കിട്ടുന്ന ആദ്യത്തെ മെസ്സേജ് എന്ന് പറയുന്നത് ഇന്നൊരു നിയമവും ഇല്ല. എന്നാൽ നമ്മൾ ഗലാത്യ ലേഖനത്തിൽ പോൾ പറയുന്നുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് കുറെ ചിന്തിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അതായത് നിയമം കിട്ടിയിട്ട് ഏകദേശം 1500 വർഷം കഴിഞ്ഞ നിയമത്തിൽ അല്ലെങ്കിൽ പ്രതിപാദിക്കപ്പെട്ടിരുന്ന രക്ഷകൻ വന്നത്, അല്ലെ വാഗ്ദാനത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരുന്ന രക്ഷകൻ വന്നത് 1500 വർഷം കഴിഞ്ഞ്. അപ്പം അതിൽ പറയുകയാണ്, ഈ 1500 വർഷത്തേക്ക് നിയമം നമ്മുടെ സംരക്ഷകനായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചറായിരുന്നു. ഇപ്പൊ നല്ല ഈ 15 നൂറ്റാണ്ടിൽ എത്രയോ ആൾക്കാർ മരിച്ചുപോയി, എത്ര തലമുറകൾ കടന്നുപോയി. അപ്പൊ ഈ എഴുതിയേക്കുന്നത് ഈ നിയമത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന ശിശുവിന്റെ ആഗമനം വരെ നിയമം സംരക്ഷകനായിരുന്നു, പ്രൊട്ടക്ടറായിരുന്നു. അപ്പൊ ഈ നമ്മൾ ചിന്തിക്കും, ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്, ഈ 1500 വർഷത്തേക്ക് ഇത് പ്രൊട്ടക്ട് ചെയ്തു, ഇന്ന് നിയമത്തിന് ഒരു പ്രസക്തി ഇല്ല. അങ്ങനെയല്ല. നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുന്നിടം വരെ ഞാൻ പ്രസവവേദന അനുഭവിക്കുകയാണ്. അപ്പൊ ഈ വാഗ്ദാനത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരുന്ന ശിശു ലോകത്തിൽ വന്ന 1500 വർഷം കഴിഞ്ഞാൽ നിയമം കൊടുത്തിട്ട്, പക്ഷെ ഈ നിയമത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ശിശു നമുക്ക് രക്ഷ നൽകിയെങ്കിലും ക്രിസ്തു നമ്മിൽ ഉരുവാകണമെങ്കിൽ, അല്ലെ ക്രിസ്തു ഉരുവാകുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ക്രിസ്തുവിന്റെ ക്യാരക്ടറിലോട്ട് ട്രാൻസ്ഫോംഡ് ആകണമെങ്കിൽ, അല്ലെ കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ എത്ര കാലം എടുക്കും? ഡിപ്പെൻസ്. അതെ, ചിലപ്പോ 3 മാസം കൊണ്ട് ക്രിസ്തു ജനിച്ചെന്നിരിക്കും, ചിലപ്പോൾ 30 വർഷം കൊണ്ട് ജനിക്കണം എന്നില്ല, ചിലർ 3 വർഷം കൊണ്ട് ജനിക്കും, ചിലർ ഒരിക്കലും ജനിക്കുകയില്ല, അവർ ശിശുവായിട്ട് തന്നെ മരിക്കും. അവര് ലെറ്റസ് ബിലീവ്, അവര് വാഗ്ദാനത്തിന് അല്ലെങ്കിൽ ശിശു എല്ലാത്തിനും അവകാശിയാണെന്നുള്ള വാഗ്ദാനത്തിൽ നിത്യത്തിൽ എത്തിപ്പെടുമെന്നൊക്കെ വിശ്വസിക്കായിരുന്നു. അപ്പൊ എന്താണെങ്കിലും ഈ ക്രിസ്തു ഉരുവാകുന്നതിന് ഒരു സമയമെടുക്കും. അപ്പൊ രക്ഷിക്കപ്പെടുമ്പോൾ ആളുടെ കണ്ടീഷൻ എന്താ? 100% ജഡികൻ. ക്രിസ്തു ഉരുവാകണമെങ്കിൽ പറീസ് പറഞ്ഞ പോലെ ഡിപ്പെൻസ്, ആൾക്കാരുടെ സ്നേഹം, തീഷ്ണത, ദൈവവചനത്തോടുള്ള കമ്മിറ്റ്മെന്റ്, ദൈവവചനം പഠിക്കാനുള്ള ദാഹം, തീഷ്ണത, ദൈവവചനം രക്ഷയിലേക്ക് വളർന്നു വരാനുള്ള ഏക മെത്തേഡ് എന്താ? വേർഡ്. അപ്പൊ ചിലര് ഒരിക്കലും ബൈബിൾ വായിക്കില്ല, ഞായറാഴ്ചയോ എവിടെയെങ്കിലും കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ കേൾക്കുന്ന ആകെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നത്. ആമോസി പറഞ്ഞിരിക്കുന്ന പോലെ വചനത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷാമത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഞായറാഴ്ച കേട്ടു, അല്ലെങ്കിൽ ഒരിക്കലും ബൈബിൾ സ്വന്തമായിട്ട് വായിക്കില്ല, എവിടെന്നെങ്കിലും കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് കണ്ണടച്ച് തുറന്നൊരു സ്ഥലം വായിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു സ്ഥലം വായിക്കും, പിന്നെ വേറൊരു സ്ഥലം വായിക്കും. പൊട്ടക്കണ്ണൻ ആനയെ പിടിച്ച പോലെ ജീവിതകാലം മുഴുവൻ ഐസയിൽ ഒരു ചാപ്റ്റർ വായിച്ചു, പിറ്റേ ദിവസം ജെറമിയിൽ നിന്നൊരു ചാപ്റ്റർ വായിച്ചു, പിന്നെ മത്തായി എന്നൊരു ചാപ്റ്റർ വായിച്ചു, മർക്കോസിൽ നിന്നൊരു വായിച്ചു, പിന്നീട് യൂദാസിൽ നിന്നൊന്ന് വായിച്ചു, യൂദായിൽ നിന്ന് വായിച്ചു. അപ്പൊ ഇങ്ങനെ വായിച്ചു പോകുന്ന ആൾക്കാര് അവരൊരിക്കലും ഈ പക്വതയിലേക്ക് വളരുന്നില്ല. കാരണം വളർച്ചയ്ക്കായിട്ട് ദൈവം വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വചനം. അപ്പൊ ഈ ജഡികനായിട്ടുള്ള വ്യക്തി അവനിൽ ക്രിസ്തു ഉരുവാണെങ്കിൽ, അന്ന് വാഗ്ദാനത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരുന്ന വ്യക്തി ഉരുവാകും വരെ സംരക്ഷകൻ ആരായിരുന്നു? സെയിം വരെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി നിയമത്തിന്റെ സംരക്ഷണം തേടുന്നില്ല എങ്കിൽ
ഒരിക്കലും ക്രിസ്തു ഉരുവാകുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് എ വെരി ക്ലിയർ ടീച്ചിങ് ഓഫ് ഗലേഷ്യൻസ്. ഗലേഷ്യനിലെ വളരെ വ്യക്തമായുള്ള ടീച്ചിങ്. അതിന്റെ അർത്ഥം നമ്മൾ നിയമത്തിന് കീഴടങ്ങി ജീവിക്കണം എന്നല്ല. യു ആർ ടു ഓപ്റ്റ് ചെയ്യണം. അല്ല നിയമത്തിന്റെ അടിമയാകാൻ പറ്റത്തില്ല. ശരി, ഐ യൂസ് ടു ഓപ്റ്റ് മെനി തിങ്സ് ഇൻ മൈ ലൈഫ്. നിയമത്തിന്റെ സംരക്ഷണത്തിലാണ് ഞാൻ ഇന്നും പോകുന്നത്. കാരണം എനിക്ക് കോൺഫിഡൻസ് ഇല്ല. നിയമത്തിന് പുറത്ത് കളിക്കാനുള്ള ഒരു ആത്മീയ പക്വത എനിക്കുണ്ടെന്ന് ഐ ഡു നോട്ട് ബിലീവ്. അതുകൊണ്ട് ഞാൻ നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ പലപ്പോഴും എടുക്കാറുണ്ട്, പല കാര്യങ്ങളും എടുക്കാറുണ്ട്. അത് സ്വന്തമായിട്ട് എടുക്കുന്ന നിയമം എൻ്റെ മേൽ നിയമം ആയതുകൊണ്ടല്ല. ഐ യൂസ് ടു ടേക്ക് ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ. അപ്പൊ ഈ അതവിടെ പോൾ പറയുന്നത് ശരിയായിട്ട് ഉപയോഗിച്ചാൽ നിയമം ഉപകാരപ്രദമാണ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇപ്പൊ ശാബത്തിൽ നിന്ന് കർത്താവ് രക്ഷിച്ചു. ശാബത്ത് എന്ന് പറയുന്ന ഒരു നിയമം ഇല്ല. പക്ഷെ ശാബത്ത് എന്തിനു വേണ്ടി നൽകി എന്നുള്ള പ്രിൻസിപ്പിൾ ഇന്നും ഉണ്ട്. ഇല്ല, അത് പ്രിൻസിപ്പിൾ പോയപ്പോ പ്രിൻസിപ്പിൾ പോയില്ല. പ്രിൻസിപ്പിൾ ഇത് ശാബത്ത് എവിടെ നിന്ന് ആരംഭിക്കുന്നത്? എവിടെ നിന്ന്? ഉൽപ്പത്തി എന്ന പുറപ്പാടി എന്നല്ല. അതായത് 6 ദിവസം കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. ദൈവം മാത്രമാണ്, മനുഷ്യനും വിശ്രമിച്ചു ദൈവത്തോടു കൂടി. അതായത് ജീവിതത്തില് ഫസ്റ്റ് പ്രയോറിറ്റി അത് ഞായറാഴ്ച, തിങ്കളാഴ്ച, വെള്ളിയാഴ്ച എന്നുള്ളതിന് പ്രസക്തിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ദൈവസന്നിധിയിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ. ശരി, ഞായറാഴ്ച ജോലി ഉള്ളവരാണെങ്കിൽ ഇഫ് യു ആർ നോട്ട് ഫൈൻഡിങ് ഔട്ട് സം അതർ ഡേ, ഈ നിയമം കൊണ്ടൊരു ഉപയോഗമില്ല. യു ആർ നോട്ട് റൈറ്റ്ലി യൂസിങ് ദി ലോ. കാരണം ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഒരു ദിവസം സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് അതിന് 1ാം സ്ഥാനം കൊടുത്തിട്ട് റെസ്റ്റ് ഓഫ് ദി ലൈഫ് ലീഡ് ചെയ്യണം, അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദി ലൈഫ് ജീവിക്കണം എന്നുള്ളതാണ് ശാബത്തിനെ കുറിച്ചുള്ള പ്രൈമറി ടീച്ചിങ്. അത് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയോ, ഗൾഫിൽ വെള്ളിയാഴ്ചയാണ്, ഇവിടെ ഞായറാഴ്ചയാണ്. ഇനിയിപ്പോൾ ഞായറാഴ്ച വെള്ളിയാഴ്ചയും ഒന്നും വേണമെന്നില്ല. ഈ ഞായറാഴ്ച വെള്ളിയാഴ്ചയും നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ആർ യു സെറ്റിംഗ് അപ്പാർട്ട് വൺ ഡേ പീസ്ഫുള്ളി വിത്ത് ദി ലോർഡ്? ആദം ചെയ്ത പോലെ. ആദത്തെ സംബന്ധിച്ച് 1ാം ദിവസം നമുക്ക് പറ്റിയ ദിവസം നമുക്കില്ല. പക്ഷെ ഫസ്റ്റ് ആദ്യം ദൈവത്തോടു കൂടി ഇരുന്നതിന് ശേഷമാണോ ജോലിക്ക് ഇറങ്ങുന്നത്? അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടിയ നിയമം ശരിയായിട്ട് പ്രയോഗിച്ചാൽ അത് നമുക്ക് ഉപകാരപ്രദമാണ്. അപ്പൊ ഇങ്ങനെ നിയമം ശരിയായിട്ട് പ്രയോഗിക്കുന്നവരാണോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടവരാണ്. കാരണം നമ്മൾ പലരും ഞായറാഴ്ച ജോലി ചെയ്യാതെ രക്ഷയില്ല, നമുക്ക് ഞായറാഴ്ചയുടെ ബന്ധനമില്ല, ഒന്നുമില്ല. അറ്റ് ദി സെയിം ടൈം യു ഫോർഗെറ്റ് അബൌട്ട് ഞായറാഴ്ച, വെള്ളിയാഴ്ച, തിങ്കളാഴ്ച ഒക്കെ മറക്കുക. ആർ യു സിറ്റിംഗ് സൈലന്റ്ലി? ആർ യു സെറ്റിംഗ് അപ്പാർട്ട് വൺ ഡേ, സ്പെൻഡിങ് ടൈം വിത്ത് ദി ലോർഡ്? ഇഫ് നോട്ട്, യു ആർ വയലേറ്റിംഗ് ദി ലോ. കാരണം അല്ലാതെ ഇത് നിയമമല്ല. ഈ നിയമം എന്ന് പറയുന്നത് ശാബത്താണ്. അത് ശനിയാഴ്ച തന്നെ ചെയ്തേ പറ്റൂ. നിയമം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച തന്നെ നമ്മൾ ദൈവത്തെ ആരാധിച്ചേ പറ്റൂ. അപ്പൊ നിയമമാണ്. പക്ഷെ പ്രിൻസിപ്പിൾ അതല്ല. 6-ാം ദിവസം സൃഷ്ടിച്ച ആദാം ജോലിക്കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യമേ ദൈവത്തോടു കൂടെ ഇരുന്ന് ദൈവത്തോടു കൂടെ സമയം ചെലവഴിച്ചു. ദൈവത്തിലെ സ്വസ്ഥതയ്ക്ക് ശേഷമാണ് കളിക്കളത്തിലേക്ക്, ജോലി സ്ഥലത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ വേണ്ടി ഒരു ദിവസം സെറ്റപ്പാർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ഇഫ് യു ആർ ടു ബിസി, ഗോഡ് ഈസ് ഓൾസോ ടു ബിസി ഇൻ കൺസിഡറിങ് യുവർ മാറ്റേഴ്സ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ പൗലോസ് ഇവിടെ പറയുന്നത്, ഇനിയിപ്പോ ദശാംശം കൊടുക്കുന്ന കാര്യം, നമുക്ക് ദശാംശം ഇല്ല. എല്ലാ വിശ്വാസികൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീച്ചിങ് അത്. നമുക്ക് ദശാംശം ഇല്ല. ദശാംശത്തെ എങ്ങനെയാണ് കർത്താവ് നള്ളിഫൈ ചെയ്ത്? കർത്താവ് ഇത് പറഞ്ഞിട്ടില്ല. പക്ഷെ അതർ എക്സാമ്പിൾസ് എടുത്താൽ മതി. വ്യഭിചാരത്തെ കർത്താവ് എങ്ങനെ നള്ളിഫൈ ചെയ്ത്? ഇറ്റ് ഈസ് വിത്ത് എ മോർ നോബിൾ ലോ. അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാ കർത്താവ് നള്ളിഫൈ ചെയ്ത്? അതെ, കൊല ചെയ്യരുത് എന്നുള്ളതിനെ കർത്താവ് നള്ളിഫൈ ചെയ്തു. കൊല ചെയ്തോളാൻ പെർമിഷൻ കൊടുത്തോണ്ടാണോ? വ്യഭിചാരത്തെ നള്ളിഫൈ ചെയ്ത് വ്യഭിചാരം ചെയ്തോളാൻ പറഞ്ഞിട്ടാണോ? അല്ല. കൊല ചെയ്യരുത് എന്നുള്ളതിനെ നള്ളിഫൈ ചെയ്ത് കോപിക്കരുതെന്ന് പറഞ്ഞിട്ട്. കോപിക്കാത്തവൻ ഒരിക്കലും കൊല ചെയ്യത്തില്ല. ശരി, നമുക്ക് ശരി, എൻ്റെ അടുത്തേക്ക് വളരെ സ്നേഹത്തിൽ വിളിച്ചിട്ട് വാ മോനെ, നിന്നെ കൊല്ലാന്ന് പറഞ്ഞ് ആരെങ്കിലും കൊല്ലും? ഇത് കോപത്തിൽ നിന്ന കൊല വരുന്നത്, അല്ലെങ്കിൽ കാമത്തിൽ നിന്ന വ്യഭിചാരം വരുന്നത്. സെയിം വേ ടൈത്തിങ്ങിനെ നള്ളിഫൈ ചെയ്തേക്കുന്നത് ഇറ്റ് മസ്റ്റ് ബി വിത്ത് എ മോർ നോബിൾ ലോ ഈവൻ ദോ ഇറ്റ് ഈസ് റിട്ടൺ. ഇതെല്ലാം വോളണ്ടറിയാണ്. അതായത് യഹൂദര് ദശാംശം കൊടുത്തു. നമ്മുടെ വരുമാനത്തിന് ഇഫ് പോസിബിൾ, ഇഫ് യു ക്യാൻ സ്പെയർ, നിയമമില്ല, ഇഫ് യു ക്യാൻ സ്പെയർ ആഫ്റ്റർ യുവർ ഉണ്ണാനും ഉടുക്കാനും ഉള്ളത് കഴിഞ്ഞിട്ട് നമുക്കൊരു ദശാംശ എമൗണ്ട് സ്പെയർ ചെയ്യാൻ ഉണ്ട് എങ്കിൽ, അത് സ്പെയർ ചെയ്യുന്നില്ല എങ്കിൽ എങ്ങനെ ഈ നിയമം മാറിപ്പോകുന്നു? നമുക്ക് എല്ലാത്തിനകത്തും ഒരു നോബിൾ വേ ഓഫ് ഗോയിങ് ഉണ്ട്. ഇതൊന്നും ആർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. കാരണം ദ്രവ്യാഗ്രഹികളായിട്ടുള്ള ഫരിസേയർക്ക് കർത്താവിന്റെ ടീച്ചിങ് കേട്ടപ്പോൾ അവരെന്ത് ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്? എന്ത് ചെയ്യുന്ന? എന്താ
അതെ, പുച്ഛിച്ചെന്ന് ലൂക്ക് 16. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ദ്രവ്യാഗ്രഹികളായിട്ടുള്ള ആൾക്കാർക്ക് പുച്ഛ തോന്നത്തുള്ളൂ ഞാൻ ഈ പറയുന്നതിനോട്. കാരണം യു ഹാവ് ടു നള്ളിഫൈ ദി ടീച്ചിങ് ഓഫ് ടൈറ്റ് വിത്ത് എ നോബ്ലർ ലോ. ലൂക്ക് 16 സെന്റൻസ് വായിച്ചാൽ മതി. അതെ 14 തുടങ്ങി വായിക്കുമ്പോ ദ്രവ്യാഗ്രഹികളായ ഫരിസേയർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പുച്ഛിച്ചു. പക്ഷെ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മനുഷ്യരുടെ മുമ്പാകെ സ്വയം നീതീകരിക്കുന്നവരാണ്, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങൾ അറിയുന്നു. കാരണം മനുഷ്യരുടെ ഇടയിൽ ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമായിരിക്കും. അതെ, മനുഷ്യന്റെ മുമ്പില് നമുക്ക് സൗന്ദര്യം, ആരോഗ്യം, പണം, പ്രശസ്തി, ഇതൊക്കെ മനുഷ്യരുടെ മുമ്പിൽ ഭയങ്കര എക്സാൾട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ലോക സുന്ദരിക്ക് വേണ്ടിയിട്ട് മത്സരമുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ മസിൽമാന് വേണ്ടി മത്സരമുണ്ട്, മിസ്റ്റർ യൂണിവേഴ്സ്, മിസ് യൂണിവേഴ്സ് എല്ലാം ഉണ്ട്. ഓരോ രാജ്യത്തും ഉണ്ട് സുന്ദരിമാര്, പക്ഷെ മിസ് യൂണിവേഴ്സിനെ കാണുമ്പോൾ ഈ വർഷത്തെ മിസ് യൂണിവേഴ്സ് ഏതാണെന്ന് നോക്കാൻ വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കും താഴോട്ട്. കഴിഞ്ഞ വർഷത്തെ ആളെ അറിയാമായിരുന്നു, ഈ വർഷത്തെ ആളെ അറിയില്ല എന്ന് പറഞ്ഞു നോക്കും. ദൈവം നോക്കൂന്ന് എഴുതിയിട്ടുണ്ട്. ആരും നോക്കൂന്ന് എഴുതിയിരിക്കുന്നത്? നോ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രരെ എല്ലാം വീക്ഷിക്കുന്നു. ഈ മിസ് യൂണിവേഴ്സ് അല്ലെ ലോകം അല്ലെ മനുഷ്യൻ ആദരിക്കുന്ന കാര്യങ്ങളും മനുഷ്യന്റെ മുമ്പിൽ ആദരണീയമായത് ദൈവസന്നിധിയിൽ സത്യവാദ പുസ്തകത്തിലാണെങ്കിൽ അറപ്പത്രയെന്നോ വെറുപ്പത്രയെന്നോ എന്താ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ നിയമം ശരിയായിട്ട് ഉപയോഗിച്ചാൽ അത് ഉപകാരപ്രദമാണ് എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നിയമത്തെ ശരിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ സംഭവം എന്തായിരിക്കും? നമ്മൾ നഷ്ടക്കാരായിരിക്കും. കാരണം അതിൽ നിന്ന് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ നിയമത്തെ ശരിയായിട്ട് ഉപയോഗിക്കുന്ന ഞാൻ 1-2 എക്സാമ്പിൾ ഞാൻ മനസ്സിലാക്കിയത് പറയുന്നുള്ളൂ. ഇറ്റ് മേ നോട്ട് ബി കറക്റ്റ്, അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ശാബത്തിനെ കുറിച്ച് പറഞ്ഞു. ശാബത്തിന്റെ ടീച്ചിങ് ഒരു ദിവസം ദൈവത്തോടു കൂടി, ഫസ്റ്റ് ഡേ ദൈവത്തോടു കൂടി റെസ്റ്റ് ചെയ്തെന്നുള്ള ശാബത്തിന്റെ ടീച്ചിങ്, അല്ലെ ദൈവസന്നിധി സ്വസ്ഥമായിട്ടിരുന്നുള്ള ടീച്ചിങ്. അത് ഞായറാഴ്ച തിങ്കളാഴ്ചയോ ഡ്യൂട്ടി ഉള്ളവർ, ഇനി ഞായറാഴ്ച ഡ്യൂട്ടി ചെയ്യുന്നവർ, ദേ ഷുഡ് തിങ്ക് ഓൺ വിച്ച് ഡേ ഐ വിൽ സിറ്റ് വിത്ത് ദി ലോർഡ്. അതിനിടയ്ക്ക് റെസ്റ്റ് ഉണ്ട്. അന്ന് വേറെ എന്തെങ്കിലും ഹോളിഡേക്കോ അവിടെ ഇവിടെ നോക്കാൻ പോവുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനം വായിച്ച് ദൈവസന്നിധിയിൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ടൈം സെറ്റപ്പാട്ട് ചെയ്യുവാണെങ്കിൽ നിയമത്തെ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റും. ഇനി ടൈറ്റിങ് നമുക്കില്ല, ദശാംശം കൊടുക്കണമെന്നില്ല, നമുക്ക് പൈസ തികയുന്നില്ല ജീവിക്കാൻ, യു ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്, നോ റൂൾ. ബട്ട് ഇഫ് യു ഹാവ് മോർ ദാൻ 10% ആഫ്റ്റർ യുവർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ഉണ്ണാനും ഉടുക്കാനും കഴിഞ്ഞിട്ട് 10% എക്സ്ട്രാ ഉള്ളവൻ അത് ആർക്കും കൊടുക്കുന്ന കാര്യങ്ങളല്ല. യു ഹാവ് ടു ഡിസൈഡ്. ഇല്ലാത്തവന് വേണ്ടി, ദാറ്റ്സ് വാട്ട് ബൈബിൾ സേസ്. 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്നുള്ള ബൈബിൾ ടീച്ചിങ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റപ്പാട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു 150 സ്കീം ഇടും, പ്രൊജക്ട്സ്, വൺ അബൌവ് ദി അതർ. ഒരു പ്രൊജക്ടിന് ശേഷം അടുത്ത പ്രൊജക്ട്. യു ആർ നോട്ട് റൈറ്റ്ലി യൂസിങ് ദി വേർഡ്. അല്ലെങ്കിൽ നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ നിയമം ശരിയായിട്ട് ഉപയോഗിച്ച് അതിന്റെ നന്മ ആസ്വദിക്കുന്നവരല്ല നമ്മൾ. കാരണം കർത്താവിന്റെ നിയമം, റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന നിയമത്തിൽ സത്യം മൂർത്തീഭവിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സത്യത്തിന്റെ എംബോഡിമെന്റ്. ഈ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ ഹൃദയമാണ്. അല്ലെങ്കിൽ ഈ നിയമത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്ന ഓരോ സ്ഥലത്തും ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അല്ലല്ല, അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. ദാറ്റ് വാസ് ദി ഓൺലി മോട്ടീവ്. ഈ ശാബത്ത് ദിവസം വിറക് പറക്കിയ ആളെ മോശ കല്ലെറിഞ്ഞു കൊന്നു. അതിന്റെ അർത്ഥം പിന്നീട് ശാബത്ത് ലംഘിച്ചവരെല്ലാം കൊന്നെന്നല്ല. ഇറ്റ് വാസ് ആൻ എക്സാമ്പിൾ. ദാറ്റ് ഈസ് ദി ഹാർട്ട് ഓഫ് ദി ഗോഡ്. അനനിയാസും സഫീറയും കള്ളത്തരം പറഞ്ഞപ്പോൾ അവർ പെടഞ്ഞു വീണ് മരിച്ചു. അതിനുശേഷം കള്ളന്മാർ ഇഷ്ടംപോലെ സഭകളിൽ ത്രൂ ഔട്ട് ദി സെഞ്ചുറീസ് ജീവിച്ചു. അവർ മരിക്കാത്തത് ആ അനനിയാസും സഫീറയോടും ദൈവം ചെയ്തു തന്നെയാണ് ദൈവത്തിന്റെ ഹൃദയം എന്ന് വെളിപ്പെടുത്തിയത്. അല്ലാതെ ഓരോരുത്തരും പെടഞ്ഞു വീണ് മരിക്കാൻ വേണ്ടിയിട്ടല്ല. ദൈവത്തിന്റെ ഹൃദയം അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ്. ശാപത്തിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹൃദയാഭിലാഷം അന്ന് ഇത് തന്നെയാണ്. മനുഷ്യൻ ദൈവസന്നിധിയിൽ ഒരു ദിവസമെങ്കിലും ദൈവത്തിന് വേണ്ടി സെറ്റപ്പാട്ട് ചെയ്ത് ദൈവസന്നിധി സ്വസ്ഥമായിട്ടിരിക്കണം എന്നുള്ള ദൈവത്തിന്റെ നിയമം. ഒരു സംശയമില്ല. അല്ലെങ്കിൽ ഉസ പോയി പേടകത്തെ തൊട്ടപ്പോൾ മരിച്ചു വീണത് ദൈവത്തിന്റെ കോപം പ്രകടിപ്പിക്കാൻ വേണ്ടിയല്ല. ഹെവൻലി തിങ്സിനോട് മനുഷ്യന് ഇറവറൻസ് പാടില്ല എന്നുള്ള നിയമം കർത്താവ് പഠിപ്പിച്ചത്. കാരണം അവിടെ തുടരുതെന്ന് എഴുതിയിട്ടുണ്ട്. അത് തൊട്ടാല് അല്ലെങ്കിൽ ദൈവവചനം ലംഘിച്ചാൽ ദൈവത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഇതാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി, അല്ലാതെ ദൈവത്തിന് സഹിക്കാൻ പറ്റാത്ത കോപം വന്ന് കാണിച്ചതൊന്നുമല്ല. അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് ലോർഡ് സപ്പറുമായിട്ടുള്ള ബന്ധത്തിൽ ഇതിനെ അയോഗ്യമായിട്ട് പങ്കെടുത്തവർ മരിച്ചതായിട്ട് റെക്കോർഡ് ചെയ്തേക്കുന്ന പിന്നീടുള്ള ഹിസ്റ്ററിയിൽ ദൈവം അങ്ങനെ ചർച്ചിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അറ്റ് ദി സെയിം ടൈം അത് നമുക്ക് എഴുതി കിട്ടിയിരിക്കുന്നത്
കർത്താവിന്റെ ശരീരത്തോട്, കർത്താവിന്റെ സഭയോട് നമുക്കുണ്ടായിരിക്കേണ്ട ആദരവ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ നിയമം ശരിയായിട്ട് ഉപയോഗിച്ച് നിയമത്തിൽ നിന്ന് കിട്ടേണ്ട എല്ലാ ബെനിഫിറ്റും നമ്മൾ എല്ലാവരും അനുഭവിക്കേണ്ടവരാണ്. അപ്പൊ പൗലോസ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ അതാ പഠിക്കേണ്ടത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ തിരുവഴുത്തിന്റെ ആക്യുറസി അല്ലെ ഡോക്ട്രിനൽ പ്യൂരിറ്റി സംഭവ നമ്മൾ എല്ലാവരും അത് അറ്റൈൻ ചെയ്തേ പറ്റും. പ്രാർത്ഥി മാഷെ പ്രാർത്ഥി. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, പകരം എന്തു